കർത്താവിന്റെ അതിപരിശുദ്ധനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സ്തോത്രം. ഒരു വിശുദ്ധ പകൽക്കാലം കൂടെ നമുക്ക് ദൈവത്തെ ആരാധിപ്പാൻ തക്കവണ്ണം ദൈവം തന്ന വൻകൃപയ്ക്കായി നമുക്ക് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കാം. ആമേൻ. ഈ ഒരു മാസത്തിന്റെ അവസാന ഞായറാഴ്ച നമ്മൾ കടന്നു വന്നിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഈ നവംബർ മാസം കഴിയാൻ പോവുകയാണ്. ഇനിയും ഒരാഴ്ച കഷ്ടിയില്ല. അത് കഴിഞ്ഞാൽ നമ്മൾ പിന്നെയും പുതിയ ഒരു വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഡിസംബർ കഴിഞ്ഞാൽ, അതായത് ഈ ഒരു വർഷം തീരുമാനിയും ഒരു മാസം കൂടെ നമ്മുടെ മുമ്പാകെ അവശേഷിക്കുന്നുള്ളൂ. ഹല്ലേലൂയ. ഇതുവരെയും ദൈവം നമ്മളെ നടത്തി കരുതി. എല്ലാ വിധങ്ങളെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കുകയും പിന്നെയും നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്യുവാനും നമ്മളെ തന്നെ ഒന്ന് വിലയിരുത്തുവാനും പരിശോധിക്കുവാനും നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ നമ്മൾ എത്രമാത്രമായി തീർന്നു. ആമേൻ. സ്തോത്രം. എത്രമാത്രം നമ്മള് ഹല്ലേലൂയ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ, ദൈവവുമായിട്ടുള്ള തീരുമാനത്തില്, ദൈവവചനവുമായിട്ടുള്ള ബന്ധത്തിൽ, ആരാധനയുമായുള്ള ബന്ധത്തിൽ, വിശ്വാസവുമായിട്ടുള്ളതായിരിക്കുന്ന ബന്ധത്തിൽ, ആമേൻ. സ്തോത്രം. അതുപോലെ തന്നെ നമ്മുടെ സഹജീവികളുമായിട്ടുള്ള ബന്ധത്തിൽ, സഭയോടുള്ള ബന്ധത്തിൽ, ദേശത്തോടുള്ള ബന്ധത്തിൽ, സമൂഹത്തോടുള്ള ബന്ധത്തിൽ, നമ്മളോടുള്ള ബന്ധത്തിൽ, നമ്മുടെ കുടുംബത്തോടുള്ള ബന്ധത്തിൽ, നമ്മുടെ സ്നേഹിതന്മാരുള്ള ബന്ധത്തിൽ, അങ്ങനെ ഒരുപാട് നിലകളിൽ ഹല്ലേലൂയ സ്തോത്രം ഈ നാളുകളിൽ ചിന്തിക്കുവാനും സ്തോത്രം ദൈവസന്നിധിയില് ആമേൻ നമുക്ക് പുതിയ ചില തീരുമാനങ്ങളൊക്കെ എടുത്തുകൊണ്ട് ദൈവസന്നിധിയിലേക്ക് ആമേൻ ഒന്നുകൂടെ ഹല്ലേലൂയ കഴുകനെ പോലെ പുതിയ വരത്തക്കവണ്ണം അല്ലെ നമ്മുടെ ശക്തിയെ ഒന്ന് പുതുക്കി ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ചാകാറായിരിക്കുന്ന ശേഷിപ്പുകളെ ഒന്ന് ശക്തീകരിച്ച് ആമേൻ. ഹല്ലേലൂയ. ഈ ചാകാറായിരിക്കുന്ന ശേഷിപ്പുകൾ എന്ന് പറയുമ്പോൾ അതിനൊരു പ്രത്യേകതയുണ്ട്. നമ്മുടെ ചാകാറായ, പ്രത്യേകിച്ച് ഈ പ്രായമായവർ, സ്തോത്രം ഹല്ലേലൂയ, നമുക്കാണ് ഏറ്റവും കൂടുതൽ ചാകാറായിരിക്കുന്ന ശേഷിപ്പുകൾ. ജീവിതത്തിൽ വരുന്ന കുറവോ കുറ്റമോ അല്ല ഞാനിവിടെ ഉദ്ദേശിക്കുന്നത്. ഈ ചാകാറായ ശേഷിപ്പെന്ന് പറയുന്നത് ഹല്ലേലൂയ പ്രത്യേകിച്ച് നമ്മുടെ മെമ്മറി, സ്തോത്രം അല്ലെ, നമ്മുടെ ഓർമ്മശക്തി, സ്തോത്രം, കാഴ്ച ശക്തി, കേൾവി അല്ലെ, സ്തോത്രം, അതുപോലെ തന്നെ നമ്മുടെ ആരോഗ്യം, അങ്ങനെ ഒരുപാട് നിലകളിൽ നമ്മളൊന്ന് ക്ഷീണിക്കുന്ന അവസ്ഥ. അതാ കഴുകനെ അവിടെ ഉപമിക്കാനുള്ള കാര്യം. അതാ കഴുകനെ സംബന്ധിച്ച് പറഞ്ഞാൽ നല്ല നല്ല ഉയരത്തിൽ പറക്കുന്ന ഒരു ജീവിയാണ്. കഴുകനെ കുറിച്ച് നമ്മൾ ഒത്തിരി കേട്ടിട്ടുള്ളതാ, പറഞ്ഞിട്ടുള്ളതാ. പക്ഷെ അതിന് പ്രായമാകും തോറും എന്ത് ചെയ്തു, കുറെ കഴിയുമ്പോൾ അതിന്റെ എന്താ സ്വയമായിട്ട് പ്രകൃതിയാൽ അതിനെ വാർദ്ധക്യത്തിലേക്ക് കടക്കുമ്പോൾ അതിന്റെ തൂവലുകളൊക്കെ കൊഴിയും, അതിന്റെ നഖമൊക്കെ വളർന്ന് പഴയതുപോലെ പ്രവർത്തിക്കുവാൻ കഴിയാതെ ആയിരിക്കുന്നു. അത് പാപം ചെയ്തിട്ടല്ല. ആണോ? കഴിവൻ ഏതാണ്ട് വല്ല പാപം ചെയ്തിട്ടാണോ? അതല്ല, അതിനെ പ്രകൃതിയാൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ് അല്ലെ. അതിന്റെ നഖങ്ങളെല്ലാം വളർന്ന് അത് ചുരുണ്ട് ഇര പിടിക്കുവാൻ കഴിയാതെ വരും. ഇരയെ അതിങ്ങനെ തന്റെ ആ നഖത്തിനിടയിൽ ശക്തമായിട്ട് അതിനെ പിടിച്ചു മുറുക്കി അങ്ങനെയാണ് ഇരയെ അത് കീഴ്പ്പെടുത്തി അതിന്റെ ഭക്ഷണമാകും. പക്ഷെ ഇപ്പോൾ അതിനെ അങ്ങനെ ചെയ്യുവാൻ കഴിയുന്നില്ല. അതുകൊണ്ട് തന്റെ ഇരയൊക്കെ പിടിച്ചാൽ തന്നെ അത് ഓടിപ്പോകുക. മനസ്സിലായോ? ഹല്ലേലൂയ. അപ്പോൾ അതുപോലെ തന്നെ പറക്കുവാൻ കഴിയാതെ അതിന്റെ ചിറകുകൾ പൊഴിയുന്നു. അപ്പോൾ എന്ന് പറഞ്ഞതുപോലെയാണ് ഒരാത്മീയത്തിൽ നമ്മുടെ പ്രായത്തിലേക്ക് നമ്മൾ മുമ്പോട്ട് കടന്നു വരുന്തോറും പല കാര്യങ്ങളും നമ്മുടെ ഓർമ്മയിൽ നിന്ന്, മെമ്മറിയിൽ നിന്ന് പോകും. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ പല കാര്യങ്ങളും നമ്മൾ ഓർക്കത്തില്ല. നമ്മളെന്ന് പറഞ്ഞാല് സുവിശേഷകരായിരിക്കുന്ന ഞങ്ങളെ എല്ലാവരെയും ഉൾപ്പെടുത്തിയ എല്ലാവരും പ്രായമാകും. അപ്പോൾ നമുക്ക് പലപ്പോഴും എന്തില്ല, പഴയതുപോലെ വചനം തിട്ടമില്ല അല്ലെ. ഇവിടെ അല്ലെ പല കാര്യങ്ങളും നമ്മൾ മറന്നുപോകും. ചിലപ്പോൾ ഇന്ന് സഭായോഗമാണോ എന്ന് പോലും മറന്നു, വെള്ളിയാഴ്ച പ്രാർത്ഥനയാണോ എന്ന് മറന്നു അല്ലെ. അതൊക്കെ പ്രായത്തിന്റെ ചില വിഷയങ്ങളാണ്. അപ്പോൾ ഇതിനെയെല്ലാം അതിജീവിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? സ്തോത്രം. അപ്പോൾ ഈ അതിനെല്ലാം ധ്യാനിക്കുക അല്ലെ. യഹോവയുടെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അപ്പോൾ ദൈവവചനം കേൾക്കുക, വായിക്കുക അല്ലെ. അങ്ങനെയൊക്കെ നമുക്ക് ഇതിനെയൊക്കെ ഒരു പരിധി വരെ എന്ത് ചെയ്യാൻ പറ്റും? അതിജീവിക്കുവാൻ കഴിയത്തുള്ളൂ. ഹല്ലേലൂയ.
സ്തോത്രം. അപ്പോൾ പ്രാർത്ഥന, നിരന്തരമായ പ്രാർത്ഥനയും വായനയും സുവിശേഷം കേൾക്കുകയും അങ്ങനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചാകാറായിരിക്കുന്ന ഈ ശേഷിപ്പുകള് ആമേൻ ശക്തിപ്പെടുത്തി നാളുകളിൽ മുൻപോട്ട് പോകുവാൻ, ഹല്ലേലൂയ, ആരംഭത്തെക്കാൾ അവസാനം നന്നായി എന്ന് പറയുവാൻ എന്റെ നീതിമാൻ വിശ്വാസത്തിൽ ജീവിക്കും. ഹല്ലേലൂയ. ആ നിലയിലേക്ക് സ്തോത്രം നമ്മൾ ഒരു കാലേവിനെ പോലെ. എന്തിനാ കാലേവിനെ പറഞ്ഞത്? കാലേവ് പറഞ്ഞു, എനിക്ക് 85 വയസ്സായി. എനിക്കിപ്പോൾ 85 വയസ്സായി, ഞാൻ അതുകൊണ്ട് പടുകിളവനായി, എന്നെ കൊണ്ട് ഇനി ഒന്നിനും കൊള്ളത്തില്ല, അങ്ങനെയാണെന്നാ പറഞ്ഞല്ല. എനിക്ക് 85 വയസ്സായി. എന്നാലും ഞാൻ എന്ത് ചെയ്യും? പോരാടുവാൻ ഇപ്പോഴും എനിക്ക് ശക്തിയുണ്ട്. ഹല്ലേലൂയ. എനിക്ക് വീതം വെച്ച് തന്നപ്പോൾ, ഓരോ ഗോത്രത്തിനും വീതിച്ചു കൊടുത്തപ്പോൾ കാലേവിനും മറ്റും കിട്ടിയിരിക്കുന്നത് വെറും ഈ എന്തുവാ പറയുന്നത്, വലിയ പച്ചപ്പും നീരോട്ടം ഒന്നും ഇല്ലാത്ത പോലെ കുറെ പ്രദേശങ്ങളാണ് കിട്ടിയത്. പക്ഷേ താൻ പറയുക, എനിക്കത് വിഷയമല്ല, ഞാനതിനെ പിടിച്ചടക്കും. എനിക്കതൊരു വിഷയമല്ല. അത് മരുഭൂമിയോ കല്ലോ മണ്ണും നിറഞ്ഞ ഒരു ഫലപുഷ്ടി ഇല്ലാത്തതായിക്കൊള്ളട്ടെ, പക്ഷെ എനിക്കിന്നും അധ്വാനിപ്പാൻ, എനിക്കതിനോട് പോരാടുവാൻ, ആമേൻ, 85 വയസ്സായിട്ടും എനിക്ക് ശക്തിയുണ്ട്. അതാണ് ഒരു ദൈവ പൈതലിനെ ശക്തിപ്പെടുത്തുന്നത്. ചാകാറായിരിക്കുന്ന ശേഷിപ്പുകളെ ശക്തിപ്പെടുത്തുക. കാരണം നമ്മളെ ശക്തിപ്പെടുത്തുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്, ഹല്ലേലൂയ, കർത്താവിന്റെ കൃപയും സാന്നിധ്യവും നമ്മുടെ കൂടെയുണ്ട്. പൗലോസ് പറഞ്ഞു, ഞാനാകുന്നത് കൃപയാൽ അത്രേ. കർത്താവ് പറഞ്ഞു, എന്റെ കൃപ നിനക്ക് മതി. ബലഹീനതകളിൽ ശക്തിപ്പെടുത്തുന്ന ദൈവത്തിന്റെ കൃപ, അത് പ്രായം ദൈവത്തിന് വിഷയമല്ല. ഹല്ലേലൂയ. ബുദ്ധിശക്തി, ഓർമ്മശക്തി കുറയുന്നത് ദൈവത്തിന് വിഷയമല്ല. പക്ഷെ നാം കാലേവിനെ പോലെ ദൈവസന്നിധിയിലെ ഹല്ലേലൂയ നിൽക്കുവാൻ തയ്യാറാണോ? ഹല്ലേലൂയ. ആമേൻ. ഇന്ന് പൽക്കാലം അതുകൊണ്ട് ഈ നാളുകളിൽ നാം എന്ത് ചെയ്യണം? എല്ലാ പ്രായമോ ഇതൊന്നും മെമ്മറി വിഷയമോ ഒന്നും നമുക്ക് വിഷയമല്ല. സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ വിഷയം ശക്തിപ്പെടുക എന്നുള്ളതാണ്. ഹല്ലേലൂയ. ശക്തിപ്പെടുവീൻ, പുരുഷത്വം കാണിപ്പീൻ. ഹല്ലേലൂയ. അപ്പൊ ഓരോ വിശ്വാസിയും എന്തായിരിക്കണം? നമ്മള് പുരുഷത്വം കാണിക്കണം. സഭയിൽ പുരുഷന്മാരേ ഉള്ളൂ. സഭയിൽ ആരാ ഉള്ളത്? പുരുഷന്മാരാ ഉള്ളത്. സ്തോത്രം. സ്ത്രീകളല്ല ഉള്ളത്. അതപ്പൊ ചിന്തിക്കും, പിന്നെ ഞങ്ങളൊക്കെ ആരാ? സ്ത്രീകളല്ലേ? അല്ലെ? സ്ത്രീ മീൻസ് എന്താണ്? ദൈവത്തിന് വചനം പറയുന്നത് എന്തുവാ? പുരുഷത്വം കാണിപ്പീൻ, ശക്തിപ്പെടുവീൻ. അല്ലെ? പുരുഷത്വം കാണിപ്പീൻ സഭയോട് പറയുകയാണ്. പൗലോസ് ഓർമ്മിപ്പിക്കുന്നു, നിങ്ങൾ സഭയിൽ എങ്ങനെയുള്ളവരായിരിക്കണം? പുരുഷത്വം കാണിപ്പീൻ. ഹല്ലേലൂയ. ദൈവസഭയിൽ ആണും പെണ്ണും ഇല്ല. ദൈവത്തിന് ആണും പെണ്ണും എന്ന് ഇല്ല. കണ്ടോ? ദൈവത്തിന് മുഖപക്ഷമില്ല. ഹല്ലേലൂയ. ഇതെല്ലാം ഈ ഭൂമിയിലേ ഉള്ളൂ. കർത്താവ് പറഞ്ഞു, വിവാഹം കഴിക്കുകയും വിവാഹത്തിന് കൊടുക്കുക, ഇതെല്ലാം എവിടാ? ഭൂമിയിലേ ഉള്ളൂ. സ്വർഗത്തിൽ ഇതൊന്നുമില്ല. അവിടെ ആണും പെണ്ണും എന്നൊന്നുമില്ല. അപ്പോൾ നമ്മൾ എന്താണ്? പുരുഷത്വം കാണിക്കുന്നവരായിരിക്കണം. ഹല്ലേലൂയ. തൽക്കാലം നമ്മൾ ആ നിലയിലായിരിക്കണം. നമ്മുടെ സഭയിലെ പുരുഷത്വം കാണിക്കുന്നവരായിരിക്കണം. ഹല്ലേലൂയ. നമ്മൾ ഭീരുക്കളല്ല. പുരുഷത്വത്തിന്റെ ഒരു പ്രത്യേകത എന്തുവാ? ഭീരുക്കൾ, അറയ്ക്കപ്പെട്ടവർ, കുലപാതകന്മാർ, ബിംബാരിയാദികൾ, ഇവരാരും സ്വർഗരാജ്യത്തിൽ കടക്കയില്ല. അപ്പോൾ സ്വർഗരാജ്യത്തിൽ കടക്കുന്നവരാരാ? പ്രൈസ് ദി ലോർഡ്. ഭീരുക്കളല്ല, പുരുഷത്വം കാണിക്കുന്നവരാ. പ്രൈസ് ദി ലോർഡ്. ആ പുരുഷത്തിന്റെ നിഴൽ എന്തുവാ? ജയിക്കുന്നവർ. പുരുഷത്തിന്റെ ലക്ഷണം എന്തുവാ? എല്ലാത്തിനെയും പിടിച്ചടക്കുന്നവർ. പ്രൈസ് ദി ലോർഡ്. അവർ പോരാടുന്നവർ. ഹല്ലേലൂയ. അല്ലേ? ഗിദെയോൻ നാം നക്കി കുടിക്കുന്ന പോലെ ഉള്ളവരെ 300 പേരെയാ തെരഞ്ഞെടുത്തത്. ബാക്കിയുള്ളവരെല്ലാം പൊക്കോളാൻ പറഞ്ഞു. കാരണം നിങ്ങൾ യുദ്ധത്തിന് പോയാൽ ജയിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്.
ഹല്ലേലൂയ. അപ്പോൾ ദൈവം തെരഞ്ഞെടുത്തവർ, നമ്മൾ തെരഞ്ഞെടുക്കപ്പെട്ടവർ, പുരുഷത്വം കാണിക്കുന്നവർ, തെരഞ്ഞെടുക്കപ്പെട്ടവർ, ഈ പുരുഷത്വം കാണിക്കുന്ന തെരഞ്ഞെടുക്കപ്പെട്ടവർ, വിളിക്കപ്പെട്ടവർ, വിശുദ്ധന്മാർ, ധീരന്മാർ, ഭയപ്പെടാത്തവർ, അഭിഷേകം പ്രാപിച്ചവർ. സ്തോത്രം. ഹല്ലേലൂയ. ഇതെല്ലാമാണ് പുരുഷത്വത്തെ കാണിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ അങ്ങനെയുള്ള ഒരു വിശ്വാസ ഗണമായി നമ്മൾ മാറി മുമ്പോട്ട് പോകുവാൻ ദൈവം ഇടയാക്കട്ടെ. സ്തോത്രം. ഇന്ന് പകൽക്കാലം 22 വെളിപ്പാട് പുസ്തകം 22 അധ്യായം അതിന്റെ 1-2 വാക്യങ്ങളെ ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്. ഭീതിയുടെ നടുവിൽ ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും സിംഹാസനത്തിൽ നിന്ന് പുറപ്പെടുന്നതായി പളുങ്ക് പോലെ ശുഭമായ ജീവജലനദിയും അവൻ എന്നെ കാണിച്ചു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ദൈവത്തിന്റെ നഗരത്തെക്കുറിച്ച്, പുതിയ യെരൂശലേമിനെ കുറിച്ച് പറഞ്ഞപ്പോൾ, ഹല്ലേലൂയ, ആ യെരൂശലേമുമായി ബന്ധപ്പെട്ട ആ പുതിയ യെരൂശലേമില് ഉള്ളതായിരിക്കുന്ന ജീവജല നദിയെക്കുറിച്ചാണ് വെളിപ്പാട് പുസ്തകം 22 അധ്യായത്തിൽ നമ്മളൊന്ന് വായിക്കുന്നു. ഒന്നെന്താണ്? ഹല്ലേലൂയ, ജീവജല നദിയും അവൻ എന്നെ കാണിച്ചു. യോഹന്നാൻ അപ്പോസ്തലനെ ഹല്ലേലൂയ ദർശനത്തിൽ ദൈവം കാണിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. എന്ത്? ജീവജല നദിയും, ശുഭമായ ജീവജല നദിയും. അത് സിംഹാസനത്തിൽ നിന്ന്, എവിടെ? ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും സിംഹാസനത്തിൽ നിന്ന് പുറപ്പെടുന്നതായി പളുങ്ക് പോലെ ശുഭമായ ജീവജല നദിയും അവൻ എന്നെ കാണിച്ചു. ഹല്ലേലൂയ. അപ്പോൾ ഈ ജല നദിക്ക് അക്കരയും ഇക്കരയും ജീവവൃക്ഷവും ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അത് വിവിധ തരം ഫലം കായ്ക്കുന്ന, അതത് ഫലം 12 വിധം ഫലം കായ്ച്ചു മാസം തോറും അതത് ഫലം കൊടുക്കുന്ന വൃക്ഷത്തിന്റെ, ജീവവൃക്ഷത്തിന്റെ ഇലകൾ സകല ജാതികൾക്കും രോഗശാന്തിക്ക് ഉതകുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ഇന്ന് പകൽക്കാലം 2 കാര്യമാണ് നമ്മൾ ചിന്തിച്ചത്. ഒന്ന്, ജീവജല നദിയും, 2 ജീവവൃക്ഷവും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അല്ലേ? അപ്പോൾ അവിടുത്തെ ആ പ്രത്യേകത നോക്കിയേ. ഹല്ലേലൂയ. ഈ ജീവജലത്തെ നമുക്ക് ഒരുപാട് ഇങ്ങനെ പറഞ്ഞു പോകാതെ എളുപ്പം തന്നെ അത് പറഞ്ഞങ്ങ് അവസാനിപ്പിക്കാം. പ്രൈസ് ദി ലോർഡ്. ജീവജല നദി. പ്രൈസ് ദി ലോർഡ്. കർത്താവ് ഒരിക്കൽ പറഞ്ഞു, ഈ വെള്ളം കുടിക്കുന്നവൻ ഒരു നാളും ദാഹിക്കത്തില്ല. ഒരിക്കലും ദാഹിക്കാത്ത ജീവന്റെ ജലം. പ്രൈസ് ദി ലോർഡ്. മറ്റൊന്ന്, അതത് വിധം ഫലം കായ്ക്കുന്ന സകല ജാതികൾക്കും രോഗോപശാന്തി നൽകുന്ന, പ്രൈസ് ദി ലോർഡ്, വൃക്ഷം, ജീവവൃക്ഷം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവ് ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു, ഞാൻ ജീവന്റെ അപ്പമാകുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇത് ഭക്ഷിക്കുന്നവനെ എന്നേക്കും ജീവിക്കേണ്ടതിന്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കണ്ടോ? അപ്പോൾ ഇവിടെ ഒന്ന്, ഒരിക്കലും ദാഹിക്കാത്ത ജീവജലവും എന്നേക്കും ജീവിക്കാൻ കഴിയുന്ന ആമേൻ ജീവവൃക്ഷത്തിന്റെ ഫലവും. സ്തോത്രം. ഹല്ലേലൂയ. ഇത് രണ്ടും, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, എല്ലാം ഞാൻ ഒരു പ്രാവശ്യം ഞാൻ ഓർപ്പിച്ചു, നിങ്ങൾ പ്രത്യേകിച്ച് ഓർമ്മയിലിരിക്കണം. എല്ലാം നമ്മുടെ കർത്താവിനെ ബേസ് ചെയ്തുകൊണ്ടാണ് വിശുദ്ധ ബൈബിളിലെ എല്ലാം നമ്മൾ കാണാൻ കഴിയുന്നു. മന്ന എടുത്താലും, ജീവവൃക്ഷം എടുത്താലും, അല്ലെ, സ്തോത്രം, ജീവജലം എടുത്താലും എല്ലാം കർത്താവിനെ ബേസ് ചെയ്താണ് നമ്മൾ പഠിക്കേണ്ടത്. ഹലോ, കർത്താവ് പറഞ്ഞു, ഇത് ഞാൻ ജീവന്റെ അപ്പം, എന്റെ മാംസം, ഇതെന്നെ ഭക്ഷിക്കാൻ നിങ്ങൾക്ക് സമൃദ്ധിയായി ജീവൻ ഉണ്ടാകേണ്ടതിന്, എന്നേക്കും ജീവൻ ഉണ്ടാകേണ്ടതിന്. അപ്പോൾ ഇത് നിത്യജീവൻ എന്ന ദാനമാണ്. നിത്യജീവൻ, ഹല്ലേലൂയ, എന്ന ദാനത്തെ നമുക്കിവിടെ കാണുന്നു. ഹല്ലേലൂയ. ആ നിത്യജീവന്റെ ദാനം എന്തോ? ആരാ? കർത്താവാ. ഹല്ലേലൂയ. ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവന് ഒരു നാളും ദാഹിക്കയില്ല. കർത്താവ് പറഞ്ഞു, പാനപാത്രം എടുത്തിട്ട് ഇതെന്റെ രക്തമാകുന്നു. ഹല്ലേലൂയ. പുതിയ നിയമത്തിന്റെ രക്തമാകുന്നു, നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകുവാൻ.
ആണിത് കുടിക്കുവീൻ, അപ്പമെടുത്തത് ഭക്ഷിക്കുവീൻ. എല്ലാം ആരാ? കർത്താവിനെ കാണിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഞാൻ ജീവന്റെ അപ്പമാകും. ഹല്ലേലൂയ. ഒരിക്കൽ കർത്താവ് ശമരിയ പട്ടണത്തിലൂടെ കടന്നു വന്ന് സുക്കാർ എന്ന് പറയുന്നതായിരിക്കുന്ന ശമരിയ പട്ടണത്തിലെത്തപ്പോൾ കർത്താവിന് ദാഹിച്ചപ്പോൾ അവൻ ഹല്ലേലൂയ യാക്കോബിന്റെ ഉറവിങ്കൽ ചെന്നു. പ്രൈസ് ദി ലോർഡ്. യാക്കോവിന്റെ ഉറവ്, യാക്കോവ് തന്റെ പിതാക്കന്മാർ പണി കഴിച്ചതായിരിക്കുന്ന ഉറവിങ്കൽ ആമേൻ കർത്താവ് ചെന്നു. ആ സമയത്ത് കർത്താവ് ചെല്ലുമ്പോൾ അവിടെ തന്റെ ശിഷ്യന്മാരെല്ലാം പട്ടണത്തിലേക്ക് പോയി. കാരണം അവർക്ക് വേണ്ടതായിരിക്കുന്ന സാധനങ്ങൾ വാങ്ങിക്കുന്നതിന് വേണ്ടി ശിഷ്യന്മാർ പട്ടണത്തിലേക്ക് പോയി. ആ സമയത്ത് ശമരിയ സ്ത്രീയെ വെള്ളം കോരുവാൻ അതിലേക്ക് കടന്നു വരുന്നതായി നമ്മൾ കാണുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ കർത്താവ് ആ സ്ത്രീയോട് പറഞ്ഞു, എനിക്ക് ദാഹിക്കുന്നു, കുറച്ച് വെള്ളം കോരി തരണമേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എത്ര സൗമ്യമായ രീതിയിൽ കർത്താവ് പറയാ, എനിക്ക് ദാഹിക്കുന്നു, കുറച്ച് വെള്ളം കോരി തരുമോ? സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ അവൾക്ക് ഭയങ്കര അതിശയമായി. അവൾക്ക് അല്പം ഭയം ഉള്ളിൽ തോന്നി. കാര്യം എന്തുവാ? ഭയം തോന്നി. കാരണം ശമരിയരും യഹൂദന്മാരുമായിട്ട് ഒരു സമ്പർക്കവും വന്നില്ല. അവരെ അകറ്റി നിർത്തിയിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പക്ഷെ ഒരു യഹൂദനായിരിക്കുന്ന, കണ്ടാൽ ഒരു യഹൂദൻ, ആ യഹൂദൻ വന്ന് എന്നോട് വെള്ളം ചോദിക്കുന്നു. 4 പേര് അറിഞ്ഞാൽ അത് പ്രശ്നമാകുമല്ലോ. കാരണം അന്നത്തെ സാമൂഹിക സാഹചര്യം അങ്ങനെയായിരുന്നു. സ്തോത്രം അല്ലേ? അവക്കൊരു ഭയമൊക്കെ തോന്നി. ഞാനൊരു പണ്ടൊരു പഴയ പാട്ട് അത് ഓർക്കുന്നുണ്ട്. നട്ടുച്ച നേരത്ത് കിണറിന്റെ തീരത്ത് വെള്ളത്തിനായി ഞാൻ കാത്തിരിപ്പു നാരി, ഒരു പാത്രം ദാഹജലം നീ എനിക്കു നൽകൂ. അയ്യോ നീ ഒരു യൂദൻ, ഞാൻ ഇന്നൊരു ശമരായെത്തി, ഞാൻ കോരിയ വെള്ളം തൊട്ടാൽ തീണ്ടലില്ലേ, ഞാൻ കോരിയ വെള്ളം തൊട്ടാൽ തീണ്ടലില്ലേ. നോക്കിക്കേ. ഹല്ലേലൂയ. ഒരു പാട്ടിലൂടെ. പ്രൈസ് ദി ലോർഡ്. എനിക്ക് തോന്നുന്നത് എഴുതിയത് കലാഭവൻ നടത്തുന്ന അച്ഛനാണെന്ന് തോന്നുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ആ പാട്ടിലെ ആ വരിയിൽ തന്നെ നമുക്ക് അന്നത്തെ സാമൂഹിക പശ്ചാത്തലം കാണാം. സ്തോത്രം. ഹല്ലേലൂയ. അല്ലേ? അന്നത്തെ സാഹചര്യം അങ്ങനെയാ. സ്തോത്രം. അപ്പോൾ കർത്താവ് ഒരു ചോദ്യം ആ പാട്ടിലൂടെ തന്നെ നമുക്ക് കാണുന്നുണ്ട്. അറിയുന്നില്ലേതും നീ എന്നോട് നീ ചോദിച്ചാൽ ജീവന്റെ ജലം കോരിത്തരുമല്ലോ ഞാൻ, ജീവന്റെ ജലം കോരിത്തരുമല്ലോ ഞാൻ. നോക്കിക്കേ. ഹല്ലേലൂയ. അപ്പോൾ കർത്താവ് ആ ശമരിയ സ്ത്രീക്ക് അത് വെളിപ്പെടുത്തിയത് ഞാൻ ഒരിക്കൽ പറഞ്ഞിട്ടുള്ളതാണ്. ആ ശമരിയ സ്ത്രീയുടെ ഒരു ഭാഗ്യം നോക്കി. പ്രൈസ് ദി ലോർഡ്. യഹൂദന്മാരുമായി സമ്പർക്കമില്ലാതെ ഒരാൾ പറഞ്ഞതുപോലെ വളരെ രഹസ്യമായിട്ട്, കാരണം ഈ യാക്കോവിന്റെ ഉറവ, പ്രൈസ് ദി ലോർഡ്, ആ ഉറവ് യഹൂദന്മാർക്ക് പാരമ്പര്യമുള്ളതാണ്. യഹൂദന്മാരുടെ പാരമ്പര്യമാണ്. കാരണം യഹൂദന്മാരുടെ പിതാവായിരിക്കുന്ന യാക്കോബ് കുഴിച്ച കിണർ, യാക്കോവിന്റെ ഉറവ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അവിടെ വെള്ളം കോരാൻ ഈ ശമരിയർക്ക് വിലക്കുണ്ട്. അങ്ങനെയെങ്കിൽ അവള് വളരെ വലിയ ജനമൊന്നുമില്ലാതെ, ആരും കാണുന്നില്ല, വളരെ അല്പം ഒരു രഹസ്യമായും ഭയത്തോടും ഒക്കെയാണ് ഹല്ലേലൂയ ഈ വെള്ളം കോരുവാനെ കൊണ്ട് അവള് ആ കിണറിനരികിലേക്ക് ചെന്നത്. ഹല്ലേലൂയ. സ്തോത്രം. ആ സമയം തന്നെ നമ്മുടെ കർത്താവ് ഹല്ലേലൂയ സ്തോത്രം ജീവജല നദിയുടെ ഉറവിടമായിരിക്കുന്ന ആമീൻ ഉടയവനായിരിക്കുന്ന ഹല്ലേലൂയ ജീവന്റെ ഉടയവനായിരിക്കുന്നത്, നിത്യജീവൻ തരുവാൻ കഴിവുള്ളവൻ, അതിന്റെ ഉടയവൻ ആമേൻ ആ സമയത്തേക്ക് അവിടേക്ക് കടന്നു ചെല്ലുകയാണ്. ആമേൻ. ചെന്നിട്ട് ഹല്ലേലൂയ അവളോട് കുടിപ്പാൻ ചോദിക്കുകയും ആ ഹല്ലേലൂയ ഉത്തമമായിരിക്കുന്ന ആ മർമ്മമായിരിക്കുന്ന രഹസ്യം ആ സാധാരണ സ്ത്രീക്ക് അവൻ വെളിപ്പെടുത്തി കൊടുത്തു.
പ്രൈസ് ദി ലോർഡ്. ഇതാണ് ദൈവത്തിന്റെ പദ്ധതി. ഹല്ലേലൂയ. ലോകത്തിന്റെ ജ്ഞാനത്തിനോ അറിവിനോ മഹാനോ ഉന്നതനോ അല്ല ദൈവം തന്റെ രഹസ്യങ്ങളെ വെളിപ്പെടുത്തി കൊടുക്കുന്നത്. ആമേൻ. യാക്കോബ് ഏലിയാവിനെ കുറിച്ച് പറഞ്ഞതുപോലെ ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യൻ, ഒരു സാധാരണക്കാരനായിരിക്കുന്ന ഏലിയാവിനെ ദൈവം വലിയ അത്ഭുതങ്ങൾ ചെയ്യുവാൻ അവനെ ഉപയോഗിച്ച്, ഹല്ലേലൂയ, അവന്റെ വലിപ്പമോ പൊക്കമോ പാരമ്പര്യമോ ഒന്നുമല്ല ദൈവം നോക്കുന്നത്. ഹല്ലേലൂയ. അതുപോലെ തന്നെ ആമേൻ, ആ സമൂഹത്തിൽ ഒറ്റപ്പെട്ട് കഴിയുന്ന ഒരു സമൂഹമായിരിക്കുന്ന മുക്കവന്മാരെ, ഈ മത്സ്യബന്ധനം ചെയ്ത് ഉപജീവിക്കുന്ന, ഹല്ലേലൂയ, പത്രോസിനെയും യോഹന്നാനെയും സെബദി മക്കളെയൊക്കെ ഹല്ലേലൂയ ശിഷ്യന്മാരായി തെരഞ്ഞെടുത്ത്, ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം, തന്റെ ജ്ഞാനവും അറിവും അവർക്ക് കൊടുത്ത് ഉപയോഗിക്കുന്ന ദൈവം. ഹല്ലേലൂയ. ഇതാ സമൂഹത്തിൽ തീണ്ടലും തൊടിയിലുമായി ബന്ധപ്പെട്ട് ഒറ്റപ്പെട്ട് യഹൂദന്മാരാൽ വെറുക്കപ്പെട്ട് ഒറ്റപ്പെട്ട് കഴിഞ്ഞിരിക്കുന്ന, ഹല്ലേലൂയ, സ്തോത്രം, ആ ശമരിയ സ്ത്രീക്ക് അവൾക്ക് പാരമ്പര്യമൊന്നും പറയാനില്ല, അവൾക്ക് പുകഴാനൊന്നുമില്ല, അവരുടെ ജീവിതം പോലും കുറവുകളാണുള്ളത്. പക്ഷേ അവക്കാണ് ദൈവം അത് ആദ്യമായി വെളിപ്പെടുത്തിയത്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. അല്ലെ, തുറന്ന് നമ്മൾ വായിക്കുമ്പോൾ ആ പാട്ട് ഞാൻ അധികം പാടുന്നില്ല. സ്തോത്രം. കർത്താവ് പറഞ്ഞു, ഹല്ലേലൂയ, നിന്റെ ഭർത്താക്കന്മാർ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അവൾ തന്റെ കുറവ് പറയും, എനിക്ക് ഭർത്താവില്ല, പ്രൈസ് ദി ലോർഡ്. പക്ഷേ നിനക്ക് ഭർത്താക്കന്മാരുണ്ടായിരുന്നു, 5 പേരുണ്ടായിരുന്നു, ഇപ്പോഴുള്ളവനോ നിന്റെ ഭർത്താവല്ല. അപ്പോൾ ആത്മീയമായിരിക്കുന്ന ചിന്താഗതികൾ നമുക്ക് മാറ്റിവെച്ചാൽ അവിടെ ജീവിതം ഒന്ന് സാധാരണ ജീവിതം നമുക്ക് ചിന്തിക്കാനേ ഉള്ളൂ. ഹല്ലേലൂയ, സ്തോത്രം. അവൾ വളരെ കഷ്ടപ്പെട്ട് ഒറ്റപ്പെട്ട്, അല്ലെ, സമൂഹത്തിൽ വെറുക്കപ്പെട്ട് മാറ്റപ്പെട്ട്, ഹല്ലേലൂയ, ജീവിക്കുന്ന ഒരു സാധാ സ്ത്രീ, ശമരിയ സ്ത്രീ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവളുടെ ആ ചരിത്രവും വിശുദ്ധ വേദപുസ്തകത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കൂട്ടിച്ചേർത്തിരിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ദൈവവൈതലേ, എന്നെ നിങ്ങളെ കാണുന്നില്ല, കേൾക്കുന്നില്ല, ഒറ്റപ്പെട്ടും കഴിവില്ല, നിരാശയും, ഹല്ലേലൂയ, ഏതെല്ലാം രീതിയിൽ നമ്മൾ ആയിരിക്കുന്നുവോ, ഹല്ലേലൂയ, സമൂഹത്തിന് ചേർക്കുവാനോ എഴുതുവാനോ നിനക്ക് സ്ഥാനം തരാനോ മാനിക്കുവാനോ സമൂഹത്തിന് ഇടമില്ല എങ്കിൽ, സമൂഹം തള്ളിക്കളഞ്ഞാൽ ആ സ്ഥാനത്തേക്ക്, ഹല്ലേലൂയ, സ്തോത്രം, ചേർക്കും. ആമേൻ. എന്റെയും നിങ്ങളുടെയും പേര് അവിടെ ചേർക്കുന്ന ഒരു കർത്താവിനെയാണ് നമ്മൾ സേവിക്കുന്നത് ഇന്ന് പകൽക്കാലം. ഹല്ലേലൂയ. അതുകൊണ്ട് ഭയപ്പെടേണ്ട ലോകമേ. ആമേൻ. നീ, ആമേൻ, എന്റെ പേര് ചേർത്തില്ലെങ്കിലും എന്റെ പേര് ചേർക്കുന്ന ഒരു പുസ്തകമാണ്. ആ പുസ്തകമാണ് ഞാൻ മാറോട് അണയ്ക്കുന്നത്. ആ പുസ്തകത്തിൽ എന്റെ പേരുണ്ടാകും. ആ ഓർമ്മയുടെ പുസ്തകത്തിൽ, ഹല്ലേലൂയ, സ്തോത്രം, ആ ജീവന്റെ പുസ്തകത്തിൽ, ആമേൻ, ജീവന്റെ, ഹല്ലേലൂയ, ജീവവൃക്ഷം, ആമേൻ, തരാൻ കഴിവുള്ളവൻ, ജലനദി തരാൻ കഴിവുള്ളവൻ, ആമേൻ, ജീവന്റെ പുസ്തകത്തിൽ നമ്മുടെ പേരും തരുവാൻ അവൻ മതിയായവനാണ്. ജീവജലനദി, ജീവന്റെ വൃക്ഷം, ജീവപുസ്തകം. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ഇതെല്ലാം കർത്താവിനെ ബേസ് ചെയ്താണ് മുമ്പോട്ട് പോകുന്നത്. പ്രൈസ് ദി ലോർഡ്. ജീവന്റെ പുസ്തകം, ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതി കാണുന്നവൻ, അല്ലെ, ഇതെല്ലാം ചെയ്യുന്നത് ആരാ? നമ്മുടെ കർത്താവിനെ. ഹല്ലേലൂയ, സ്തോത്രം. നമ്മുടെ കർത്താവിനെ ബേസ് ചെയ്താണ്. ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ടാ അതിന്റെ ഉടയവനാ വന്നിരിക്കുന്നത്. നീ എന്നോട് ചോദിക്ക. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞ് വെള്ളം ചോദിച്ചപ്പോൾ കർത്താവ് പറഞ്ഞു, ഇത് അവൾ കുറച്ച് പാരമ്പര്യം പറഞ്ഞു. ആമേൻ. അവൾ കുറച്ച് പാരമ്പര്യം പറയാനുണ്ട്. ഇതാണ് ഞങ്ങളുടെ പിതാവായിരിക്കുന്ന യാക്കോബ് കുഴിച്ച കിണറാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പക്ഷേ പാരമ്പര്യം കൊണ്ട് കർത്താവ് പറയുകയാണ്, ഈ വെള്ളം കുടിക്കുന്നവനോ പിന്നെയും ദാഹിക്കും. പ്രൈസ് ദി ലോർഡ്. ലോകത്തിൻ്റെതായിരിക്കുന്ന എല്ലാ, സ്തോത്രം, ഹല്ലേലൂയ, മതങ്ങളും പഠനങ്ങളും ഒരുപാട് കാര്യങ്ങൾ ഭൂമിയിലുണ്ട്. പക്ഷെ അതൊന്നും ദാഹം തീർക്കുന്നതല്ല. നമ്മുടെ ജീവന്റെ, ഹല്ലേലൂയ, ജീവന്റെ പൂർണ്ണമായ രക്ഷയ്ക്കുതകുന്നതല്ല അതൊന്നും. അതൊക്കെ വീണ്ടും ദാഹിക്കും. പ്രൈസ് ദി ലോർഡ്. അതൊന്നും പൂർണ്ണമായിരിക്കുന്ന രോഗോപശാന്തിക്കുതകുന്നതല്ല. ഹല്ലേലൂയ. രോഗോപശാന്തിക്ക് അത് ഉതകുന്നതല്ല.
നമുക്കറിയാമല്ലോ, ഇന്ന് പകൽക്കാലം ഒരു രോഗം വന്നാൽ നമ്മൾ ഹോസ്പിറ്റലിൽ കടന്നു എന്ന് ഏത് വിഭാഗമാണോ, ഹാർട്ടിന്റെ ആണെങ്കിൽ ഹാർട്ടിന്റെ, അല്ലെ, കിഡ്നിയുടെ ആണോ കിഡ്നിയുടെ, അങ്ങനെ ENT ചെവിയുടെ ആണോ, കണ്ണിന്റെ ആണോ, അല്ലെ, എല്ലിന്റെ ആണോ, ത്വക്കിന്റെ ആണോ, അതിനെ സ്പെഷ്യലൈസ് എടുത്തിരിക്കുന്ന ഡോക്ടർമാരെയാണ് നമ്മൾ ഇന്ന് കാണുന്നത്. സ്തോത്രം. കണ്ടിട്ട് അവർ പരിഹാരമായിട്ട് കുറച്ച് ചെക്കപ്പ് ചെയ്ത് കുറച്ച് ഗുളിക തരും. ആമേൻ, ഹല്ലേലൂയ. അതൊക്കെ നമ്മുടെ താൽക്കാലികമായിരിക്കുന്ന ഒരു ശമനമെന്ന് മാത്രമേ ഉള്ളൂ. അല്ലേ, ഒരു താൽക്കാലിക ശമനമേ ഉള്ളൂ. അതൊക്കെ മരണത്തിൽ നിന്ന് രക്ഷിക്കുവാൻ കഴിയുന്നതാണോ? അല്ല. ഞാൻ കണ്ണ് പരിശോധിക്കാനെ കൊണ്ട് ഒരു കണ്ണാടി കടയിൽ ചെന്നു, ഒപ്റ്റിക്കൽ കടയിൽ ചെന്നു. അപ്പോൾ അവിടെ ഒരു ഡോക്ടറുണ്ട്. നമ്മുടെ നമ്മുടെ കണ്ണ് പരിശോധിച്ച്, കാഴ്ച പരിശോധിച്ചിട്ട് നമുക്ക് എഴുതി തരും നമുക്ക് എത്ര പോയിന്റുള്ള കണ്ണാടിയാണ് വേണ്ടതെന്ന്. സ്തോത്രം. അപ്പൊ അവിടെ ചെന്ന് കണ്ണാടിയെല്ലാം വാങ്ങിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, ഈ കണ്ണാടിയൊക്കെ വെച്ച് ശരിയാ, അതുകൊണ്ട് എൻ്റെ ഈ വെള്ളെഴുത്ത്, ഈ പ്രശ്നങ്ങള് മാറുമോ എന്ന് ചോദിച്ചു. പൂർണ്ണമായി മാറുമോ എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഇങ്ങനെയാ, അല്പ തമാശ രൂപേണ അദ്ദേഹം പറഞ്ഞു, 80 വയസ്സ് കഴിയുമ്പോൾ ഇത് മാറുമെന്ന് പറഞ്ഞു പൂർണ്ണമായി. 80 വയസ്സ് കഴിയുമ്പോൾ ഇത് പൂർണ്ണമായി മാറും. അപ്പൊ പറഞ്ഞതിന്റെ അർത്ഥം എന്തുവാ? നിങ്ങൾക്കൊന്ന് ചിന്തിക്കാമോ? തമാശ തന്നെ ചിന്തിക്കാമോ? ഫ്രൈസലോടെ തമാശയായിട്ട് ചിന്തിച്ചാൽ എന്താന്ന് ചോദിച്ചാൽ, ഏറെയായാൽ വേദോസം പറയുന്നത് എന്തുവാ? 80, 70. നിങ്ങളുടെ ആയുസ് 70, ഏറെയായാൽ 80 എന്ന് പറഞ്ഞാൽ ചാകുന്നതോടുകൂടി ഇത് മാറുമെന്ന്. അല്ലേ? ചാകാതെ എന്ത് ചെയ്യത്തില്ല, ഈ വെള്ളെഴുത്ത് മാറുകയില്ല. അതിനാ പുള്ളി പറഞ്ഞത് 80 വയസ്സ് കഴിയുമ്പോൾ മാറുമെന്ന്. കാരണം അന്ന് നമ്മൾ ഇവിടുന്ന് മാറ്റപ്പെട്ടു പോയി കഴിയുമ്പോൾ പിന്നെ ഇതിന്റെ ആവശ്യം ഇല്ല. അമേശ്വരം, അല്ലെ? അത്രേ അവർക്ക് പറയാൻ പറ്റൂ. മാക്സിമം ചെയ്യുവാൻ കഴിയുന്നത് അത്രേ ഉള്ളൂ. ഹല്ലേലൂയ. ഈ വെള്ളം കുടിക്കുന്നവനെ പിന്നെയും ദാഹിക്കും. സമാധാനം സമാധാനം എന്ന് നിങ്ങൾ പറയുന്നു, പക്ഷെ എന്റെ ജനത്തിന് സമാധാനം എവിടെ? അപ്പല്ലോ പഴയ നിയമത്തിൽ വായിക്കുന്നു, നിങ്ങൾ സമാധാനം സമാധാനം എന്ന് പറയുന്നു, പക്ഷെ എന്റെ ജനത്തിന് സമാധാനമില്ല. ഈ ലോകം സമാധാനം സമാധാനം എന്ന് പറയുന്നത് സമാധാനം ഉണ്ടോ? ഇല്ല. അല്ലേ? സമാധാനം ഉണ്ടോ എവിടെങ്കിലും? ഒരു വീട്ടിലും ഇല്ല. എല്ലാ വീട്ടിലും പ്രശ്നങ്ങളാണ്. എല്ലാരും ആശ്വസിപ്പിക്കുന്ന ഞങ്ങളുടെ വീട്ടിലും പ്രശ്നമില്ലല്ലോ, ഞങ്ങളുടെ വീട്ടിൽ തന്നെ അല്ലല്ലോ പ്രശ്നം. അപ്പൊ കഴിഞ്ഞ ദിവസം ഒരു വീട്ടിലെ ഒരു അമ്മാമ എന്നോട് വിളിച്ചിട്ട് പറഞ്ഞു, അവരുടെ സങ്കടങ്ങൾ പറഞ്ഞു. അതിന്റെ പോലെയായിരുന്നു, എന്റെ ചേട്ടത്തി മരിച്ചു, അതുപോലെ തന്നെ അച്ഛൻ ആശുപത്രിയിലായിരുന്നു, മോനാണെങ്കിൽ ഇന്ന പോലെ ചില പ്രശ്നങ്ങളെ, അതുപോലെ വേറെ ചില പ്രശ്നങ്ങളെ. അപ്പോൾ അവർ ആശ്വാസം കണ്ടെത്തിയത്, ഞങ്ങൾക്ക് മാത്രം, നമുക്ക് മാത്രമല്ലല്ലോ പ്രശ്നങ്ങള്, എല്ലാവർക്കും പ്രശ്നമുണ്ടല്ലോ എന്ന്. അപ്പൊ ആശ്വാസം കണ്ടെത്തുന്നത് അങ്ങനെ, നമുക്ക് മാത്രമല്ലല്ലോ എല്ലാവർക്കും പ്രശ്നമുണ്ടല്ലോ എന്നോർത്ത് നമ്മൾ സമാധാനിക്കുന്നു. അല്ലേ? ഹല്ലേലൂയ. അതേ ഉള്ളൂ ഈ ലോകത്തിൽ സമാധാനം എന്ന് പറയാം. എങ്ങും സമാധാനമില്ല, എല്ലാവർക്കും പ്രശ്നങ്ങളാണ്. പ്രൈസലോടെ. അപ്പോൾ ഇതിന് സമാധാനം നൽകുന്നതിനുണ്ട് ഈ ലോകത്ത് ഒരുപാട് കിണറുകളും പാരമ്പര്യങ്ങളും ഉണ്ട്. പക്ഷെ അതൊന്നും പിന്നെയും ദാഹിക്കുന്നു. കാരണം അതാ കർത്താവ് പറഞ്ഞത്, അതിന്റെ പാരമ്പര്യം, പിതാക്കന്മാർ കുഴിച്ച കിണറ്, ഇത് ഞങ്ങളുടെ പിതാവ് യാക്കോബിന്റെ കിണറാ, യാക്കോബിന്റെ ഉറവാ. ഉണ്ടോ? പാരമ്പര്യത്തിൽ അഭിമാനം കൊണ്ട് ഒരു കാര്യവുമില്ല. സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ ഏതെങ്കിലും ഒരു ക്രിസ്ത്യാനിയായി ജനിച്ചത് കൊണ്ടോ? അല്ലേ? സ്തോത്രം. നമുക്കൊക്കെ ഓരോ പാരമ്പര്യം പറയാനുണ്ട്, അല്ലെ? ഒക്കെ ഉണ്ട്. നമ്മള് അത് ഞാനിപ്പോ പറയുന്നില്ല, നമുക്കെല്ലാം ഓരോ പാരമ്പര്യമുണ്ട്. ഓരോ സഭകളിൽ നിന്ന് വന്നവരാ. ഹല്ലേലൂയ. അല്ലെ? ഓരോ സഭ വിട്ടു വന്നവരാ. പ്രൈസ് ദി ലോർഡ്. സാമുദായിക സഭ വിട്ടു വന്ന ഒരു പാരമ്പര്യം കാണും. ഹല്ലേലൂയ. അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള പാരമ്പര്യം കാണുമായിരുന്നു. പക്ഷെ ഇതൊന്നും അല്ല കർത്താവ് ഉദ്ദേശിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. കർത്താവ് ഇനി എല്ലാം കൂടി ഇങ്ങനെയാ പറയുന്നത്, ഈ വെള്ളം കുടിക്കുന്നവനെ പിന്നെയും ദാഹിക്കും. ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവനോ ഒരു നാളും ദാഹിക്കുകയില്ല.
പ്രൈസ് ദി ലോർഡ്, ഒരു നാളും ദാഹിക്കാത്ത, ഹല്ലേലൂയ, സ്തോത്രം, നിത്യജീവന്റെ, ഹല്ലേലൂയ, ഓ ജലം, ആമേൻ, ഇന്ന് പകൽക്കാലം ദൈവമേ, അത് നമ്മുടെ കർത്താവിൽ നിന്ന് പ്രാപിച്ചെടുക്കുവാൻ ഇന്ന് പകൽക്കാലം അവന്റെ മക്കൾ, ഹല്ലേലൂയ, ധാരാളം വീണ്ടെടുപ്പുണ്ട്. അവന്റെ പക്കൽ ധാരാളം വീണ്ടെടുപ്പുണ്ട്. ഹല്ലേലൂയ, അവന്റെ മക്കൾ ജീവജലനദി ഒഴുകുന്നു. പ്രൈസ് ദി ലോർഡ്, ഒരു ജീവജലനദി ഒഴുകുന്നു. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. അല്ലേ? അപ്പൊ ഈ ജീവജലനദി ദാഹിക്കുന്ന ഉത്സവത്തിന്റെ ഒടുക്കത്തെ നാളിൽ നിന്നുകൊണ്ട് യേശു, അല്ലെ, ദാഹിക്കുന്ന ഏവരും എന്റെ അടുക്കൽ വരുവീൻ, ജീവജലം സൗജന്യമായി വാങ്ങിച്ചു കുടിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. 36 സങ്കീർത്തനത്തിൽ നമ്മൾ കേൾക്കുന്നുവല്ലോ, സ്തോത്രം, നിന്റെ പക്കൽ ജീവന്റെ ഉറവുണ്ടല്ലോ. പ്രൈസ് ദി ലോർഡ്. അല്ലേ? 36 സങ്കീർത്തനത്തിൽ വായിക്കുന്നത് എന്തുവാ? നിന്റെ പക്കൽ ജീവന്റെ ഉറവുണ്ടല്ലോ. ഹല്ലേലൂയ. അപ്പോൾ ജീവജലനദി, ഭീതിയുടെ നടുവിൽ പളുങ്ക് ശുഭമായ ജലനദി ഒഴുകുന്നു. അതെവിടുന്നാ? നിന്റെ പക്കൽ, ദൈവത്തിന്റെ പക്കൽ നിന്ന്. ഇവിടെ സ്വർഗത്തിൽ ഒരാലയമുണ്ട്. ആമേൻ. ആലയത്തിലേക്ക് യെഹെസ്കേൽ 47 കാണുന്നു വെള്ളം. ഈ വെള്ളം ആലയത്തിന്റെ വലത്തുഭാഗത്ത് കീഴെ നിന്ന് യാഗപീഠത്തിനു വശമായി ഒഴുകി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നോക്കിയേ, അപ്പൊ ഈ വെള്ളം എങ്ങനെയാ? ആലയത്തിന്റെ വലത്തുഭാഗത്ത് കീഴെ നിന്ന് യാഗപീഠത്തിന് തെക്കുവശമായി ഒഴുകുന്നു. അല്ലെങ്കിൽ യാഗപീഠത്തിന്റെ ആലയത്തിൽ നിന്ന്, നോക്കിയേ, ഇതെവിടേക്കാ? ആലയത്തിൽ നിന്ന് യാഗപീഠത്തിലേക്ക് ഒഴുകുക. പ്രൈസ് ദി ലോർഡ്. ആലയത്തിൽ നിന്ന്, പ്രൈസ് ദി ലോർഡ്, സ്വർഗത്തിൽ നിന്ന്, ആലയത്തിൽ നിന്ന്, വിശുദ്ധ ആലയത്തിൽ നിന്ന് ഈ നദി ഒഴുകുക. എവിടേക്ക്? യാഗപീഠമുള്ളിടത്തേക്ക്. യാഗപീഠം ആരാ? കർത്താവ്. ഹല്ലേലൂയ. ആ യാഗപീഠം നമുക്ക് വേണ്ടി യാഗമായി തീർന്ന, ഹല്ലേലൂയ, അവൻ യാഗമായി തീർന്നു. ഹല്ലേലൂയ. യാഗമായി വന്ന് യാഗവസ്ത്രമായി മാറി. ഹല്ലേലൂയ, സ്തോത്രം. അവൻ ജീവജലനദി നമുക്ക് നൽകുവാൻ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഇതെല്ലാം നമ്മുടെ ക്രിസ്തുവിലാ സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ഞാൻ കൊടുക്കുന്ന വെള്ളം. മനസ്സിലായോ? ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവൻ. അപ്പൊ ഞാൻ കൊടുത്ത വെള്ളം എങ്ങനെയാ? ആലയത്തിൽ നിന്ന് വെള്ളം വന്ന് അത് യാഗപീഠത്തിൽ കർത്താവ് യാഗമായി തീർന്നു. അവൻ യാഗമായി തീർന്നു. യാഗമായി, യാഗവസ്തുവായി. അല്ലെ, യാഗവസ്തു ആരാ? കർത്താവാ. ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടു. അപ്പോൾ കുഞ്ഞാടായ യാഗവസ്തു ആരാ? കർത്താവാ. യാഗപീഠമാരാ? അതും കർത്താവാ. ഒരു മനുഷ്യനും ഇതിനകത്ത് റോളില്ല. പ്രൈസ് ദി ലോർഡ്. മനുഷ്യന്റെ ഒരു ഇടപെടലും ഇതിലില്ല. ആകെയുള്ള ഇടപെടൽ എന്ന് പറയുന്നത് മറിയയുടെ ഗർഭപാത്രം കടമായെടുത്തു. അല്ലേ? ആ മറിയയുടെ ഗർഭപാത്രത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ വിശുദ്ധ പ്രജ ഉരുവായി. ആ ഗർഭപാത്രം മാത്രം കടമെടുത്തതേ ഉള്ളൂ. പ്രൈസ് ദി ലോർഡ്. മനുഷ്യന്റെ റോൾ എന്ന് പറയുന്നത്. ഹല്ലേലൂയ. അപ്പോൾ യാഗമായി, യാഗവസ്തുവായി നമ്മുടെ കർത്താവ് മാറി. പ്രൈസ് ദി ലോർഡ്. ആ കർത്താവ്, ഹല്ലേലൂയ, ആ കർത്താവ് തന്നെയാ പറയുന്നത്, ദാഹിക്കുന്നവൻ ഏവനും. അപ്പോൾ ഈ ഹല്ലേലൂയ യാഗപീഠത്തിലൂടെ ഒഴുകി എത്തിയ നദി, അതാണ് നിത്യജീവൻ എന്ന ദാനം. പ്രൈസ് ദി ലോർഡ്.
ഹല്ലേലൂയ. അപ്പോൾ ഈ ജലനദി, ഈ ദാഹജലം എന്തുവാ? നിത്യജീവൻ എന്ന ദാനം. ആ വെള്ളം കുടിക്കുന്നവർ ഒരു നാളും ദാഹിക്കയില്ല എന്ന് പറഞ്ഞാൽ അവർ ഒരു നാളും മരിക്കയില്ല. അതാ കർത്താവ്, നിങ്ങൾക്ക് എന്നേക്കും നിത്യജീവനുണ്ട്, ഞാൻ ജീവന്റെ അപ്പമാകുന്നു. ഞാൻ ആരാണ്? ജീവന്റെ അപ്പമാകുന്നു. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. അപ്പോൾ ഇത് ഭക്ഷിക്കുന്നവൻ എന്താണ്? എന്നേക്കും ജീവിക്കേണ്ടതിന്, അല്ലേ? ഞാൻ സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്ന ജീവന്റെ അപ്പമാകുന്നു. പ്രൈസ് ദി ലോർഡ്. ഈ അപ്പം തിന്നുന്നവൻ എല്ലാം എന്നേക്കും ജീവിക്കും. പ്രൈസ് ദി ലോർഡ്. ഇതാണ് ജീവവൃക്ഷത്തിലെ ഫലം. പ്രൈസ് ദി ലോർഡ്. എന്നേക്കും ജീവിക്കുന്ന ഫലം. ജാതികൾക്ക് രോഗോപശാന്തി വരുത്തുന്ന ആ ജീവവൃക്ഷത്തിലെ ഫലം, അതെല്ലാ മാസവും ഏതു സമയത്തും എപ്പോഴും ഏത് അർദ്ധരാത്രിക്കും ഏതു പ്രായത്തിലും ഹല്ലേലൂയ കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചാൽ, അത് നീ മരണം കാത്തു ക്രൂശിൽ കിടന്നാലും, ക്രൂശിൽ കിടന്ന കള്ളൻ അല്ലേ, പ്രൈസ് ദി ലോർഡ്, അത് ബറവാസായാലും, അത് 10 തലയുള്ള രാവണനായാലും, ഹിറ്റ്ലറായാലും, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, തന്റെ പാപം എത്ര കടും ചുമപ്പായിരുന്നാലും, രക്താംബരെ പോലെ ചുവന്നതായാലും, പ്രൈസ് ദി ലോർഡ്, അതിന്റെ പരിഹാരം ഈ വൃക്ഷഫലത്തിലുണ്ട്. സകല ജാതിയുടെയും വംശജാതി നിറവ പണക്കാരൻ പാവനനില്ലാതെ സകലർക്കും രോഗശാന്തി വരുത്തുന്ന, പാപത്തിന്റെ പരിഹാരമെന്ന രോഗശാന്തി വരുത്തുവാൻ കഴിയുന്ന, ആ ദാഹം തീർക്കുവാൻ കഴിയുന്ന ഒരേ ഒരു വെള്ളമേ ഉള്ളൂ. അത് പാരമ്പര്യത്തിന്റെ വെള്ളമല്ല. അതാ കർത്താവ് പറഞ്ഞത്, ആരാണ്? ഈ വെള്ളം കുടിക്കുന്നവൻ ഒരു നാളും ദാഹിക്കുകയില്ല. ഈ അപ്പം ഭക്ഷിക്കുന്നവനെ എന്നേക്കും ജീവിക്കും. എന്നേക്കും ജീവിക്കും. എന്നേക്കും ജീവിക്കും. മനസ്സിലായോ? ഹേ മരണമേ, നിന്റെ ജയം എവിടെ? അപ്പോൾ ശാരീരിക മരണം കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്തില്ല? ഒരു മരണവുമില്ല. നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ ജീവിക്കാൻ തുടങ്ങുക, അല്ലെ? നമ്മുടെ മരണം എന്തുവാ? നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ മരിക്കുക. പലരും മരിച്ചിട്ടുണ്ടല്ലേ? ഇന്നലെ ഒരാഴ്ച മുമ്പ് ഒരു വീട്ടിൽ ഒരു മരണം ഉണ്ടായി. അതിന്റെ തൊട്ടുമുളത്തെ വീട്ടിൽ ഇന്ന് രാവിലെ ഒരാൾ മരിച്ചെന്ന് പറഞ്ഞ് വിവരം വന്നിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. പക്ഷെ അവിടെ എല്ലാം നമുക്ക് എന്താ? ആ മരണ വീട്ടിൽ കഴിഞ്ഞ ആഴ്ച പ്രസംഗിച്ച വചനമായിരിക്കും നാളെ ഇന്ന് മരിച്ചെടുത്തും പ്രസംഗിക്കാൻ പോകുന്നത്. അവിടെ പാടിയ പാട്ടാ ഇന്ന് ഇവർക്കും പാടാൻ പോകുന്നത്. അവിടെ ആലയിൽ എന്ത് ശുശ്രൂഷ ചെയ്തു അത് തന്നെ ഇവർക്കും ചെയ്യാൻ പോകുന്നത്. കാര്യം എന്തുവാ? എല്ലാവരും ഒരിടത്ത് കാണും. അവർ ജീവിക്കുകയാണ്. മരിച്ചതോടുകൂടി അവിടെ അസ്തമിക്കുന്നില്ല. അവർ എന്നേക്കും ജീവിക്കും. അതാ ഭക്ഷിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. അതിന്റെ ഫലമാണ് നമ്മൾ ഭക്ഷിച്ചിരിക്കുന്നത്. അതാരാ ഫലം? യേശുക്രിസ്തു. ഹല്ലേലൂയ. നദി യേശുക്രിസ്തു. ആ നദിയിൽ നിന്നാണ് നമ്മൾ കുടിച്ചിരിക്കുന്നത്. എന്നേക്കും ദാഹിക്കാത്ത വെള്ളം. അത് അമ്പ കേട്ടത്, ആലയത്തിൽ നിന്ന് വെള്ളം പുറപ്പെട്ട് അത് യാഗപീഠത്തിന്റെ അരിയിലേക്ക് ഒഴുകി. കണ്ടോ? ദൈവത്തിന്റെ കൃപയാം നദി. അല്ലെ, ഇതെന്തുവാ കാണിക്കും? ദൈവത്തിന്റെ കൃപ. സ്വർഗത്തിൽ നിന്ന്, അല്ലെ, സ്വർഗം തന്റെ സിംഹാസനം, ഭൂമി തന്റെ പാദപീഠം. കണ്ടോ? സ്വർഗത്തിൽ നിന്ന്, സ്വർഗത്തിൽ ഒരു ആലയമുണ്ട്. ആ ആലയത്തിൽ നിന്ന് ഒഴുകിയ നദി, കൃപയാം നദി, കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിന്റെ യാഗത്താൽ ഹല്ലേലൂയ നമുക്ക് കൃപമേൽ കൃപ ലഭിച്ചു. പ്രൈസ് ദി ലോർഡ്. അവർക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിച്ചു. അത് അക്ഷരികമായി വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ വായിച്ചത് എന്തുവാ? ആ നഗരത്തിൽ, പുതിയ യെരൂശലേം എന്ന നഗരത്തിൽ എന്ത് ചെയ്തിരിക്കുന്നു? ആ നഗരത്തിന്റെ വീതിയിൽ ആ നദി കാണുകയാണ്.
അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും ഇല വാടാത്തതുമായിരിക്കുന്ന വൃക്ഷം പോലെ ഇരിക്കും. ആമേൻ, ഹല്ലേലൂയ. 1-ാം സങ്കീർത്തനത്തിൽ നമ്മൾ അത് കാണുന്നുണ്ട്. അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും ദൈവാലയമാകുന്ന, ആമേൻ സ്തോത്രം, ഈ പുതിയ ഈ യെരൂശലേമാകുന്ന ഈ നഗരത്തിൽ, ആമേൻ സ്തോത്രം, ഹല്ലേലൂയ, ആ നദിക്കക്കരെ ആ ഇല വാടാത്തതായ വൃക്ഷം പോലെ, കണ്ടോ, അതത് മാസം അതത് തരം ഫലം കായ്ക്കുന്ന, ജാതികളുടെ രോഗത്തിന് ശാന്തി നൽകുന്ന ആ വൃക്ഷം, സകല പ്രശ്നത്തിനും പരിഹാരം നൽകുന്ന, ഹല്ലേലൂയ, ആ വൃക്ഷം നമ്മളവിടെ കാണുകയാണ്. ഹല്ലേലൂയ. ഇപ്പോൾ നമ്മൾ അക്ഷരീയമായി നമ്മളത് അനുഭവിച്ചറിഞ്ഞുകൊണ്ടിരിക്കുക കർത്താവിൽ നിന്ന്. ഹല്ലേലൂയ. ഇതൊരിക്കൽ നമുക്ക് ലഭിക്കേണ്ടതായിരുന്നു, പക്ഷേ അത് നമുക്ക് നഷ്ടപ്പെട്ടു പോയി. ആ ജീവവൃക്ഷം ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ, ഹല്ലേലൂയ, അവിടെ നമ്മൾ കാണുന്നുണ്ട്, ആമേൻ, ഭൂമിയിൽ നിന്ന് അറിവിന്റെയും നന്മതിന്മകളെ കുറിച്ചുള്ള വൃക്ഷങ്ങളും നന്മതിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷവും അതിന്റെ മധ്യത്തിൽ ജീവന്റെ വൃക്ഷവും ദൈവം ഭൂമിയിൽ നിന്ന് മുളപ്പിച്ചു. അപ്പോൾ ഭൂമിയിൽ നിന്ന് മുളപ്പിച്ചല്ലോ ജീവന്റെ വൃക്ഷം. എന്തുകൊണ്ടാ? കാരണം മനുഷ്യനുമായി ബന്ധപ്പെട്ട മനുഷ്യന്റെ രക്ഷയ്ക്ക് വേണ്ടി അത് മുളപ്പിച്ചത്. അതുകൊണ്ടാണ് ഭൂമിയിൽ നിന്ന് മുളപ്പിച്ചെന്ന് പറഞ്ഞിരിക്കുന്നത്. കാരണം എന്താണ്? മനുഷ്യന്റെ രക്ഷയ്ക്ക് വേണ്ടിയാ. ഹല്ലേലൂയ, മനുഷ്യന് വേണ്ടി അത് നിർമ്മിച്ചത്. ഭൂമിയിൽ നിന്ന് മനുഷ്യനെ നിർമ്മിച്ചു, അല്ലെ? മനുഷ്യനെ നിർമ്മിച്ചതും ഭൂമിയിൽ നിന്ന്, മണ്ണിൽ നിന്ന്. അതുപോലെ തന്നെ ജീവന്റെ വൃക്ഷം മുളപ്പിച്ചതും മണ്ണിൽ നിന്ന്, നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി. അങ്ങനെ ഭൂമിയിൽ നിന്ന് ജീവന്റെ വൃക്ഷവും അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവരെന്ത് ചെയ്തത്? പാപം ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചു? അവർ ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടു. പുറത്തു പോകുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്. എന്താണെന്നറിയാമോ? അവർ നന്മതിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിന്റെ ഫലം പറിച്ചു തിന്ന് നമ്മെ പോലെ ആയിരിക്കുന്നു. അപ്പോൾ ഇവിടെ ഒറ്റ കാര്യം കൂടെ ഒന്ന് പറയാൻ ആഗ്രഹിക്കുക. അവിടെ പറഞ്ഞിരിക്കുന്ന വാക്യം ഏകവചനമല്ല, ബഹുവചനമാണ്, അല്ലേ? അവിടെ ഇപ്പോൾ ആരാ ഉള്ളത്? ആദവും ഔവയും സാത്താനും യഹോവയായ ദൈവവും, അല്ലെ? ഇത്രയും കഥാപാത്രങ്ങളെ നമുക്കവിടെ കാണുവാനെ കൊണ്ട് സാധിക്കുന്നുള്ളൂ. പക്ഷെ അവിടെ ദൈവം പറയുന്നു, വചനം പറയുന്നു, നമ്മെ പോലെ ഇവർ ആയിത്തീർന്നിരിക്കുന്നു. അപ്പൊ നമ്മെ പോലെ എന്ന് പറയുമ്പോൾ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും എന്ന, ഹല്ലേലൂയ, കർത്താവ് പറഞ്ഞ ഞാനും പിതാവ് ഒന്നാകുന്നു എന്ന് പറഞ്ഞ ദൈവത്തിന്റെ വചനം അവിടെ ഉറപ്പിക്കപ്പെടുന്നു. അപ്പോൾ ഇവിടെ പുത്രൻ, അല്ലെ? ഇവിടെ അത് കർത്താവ് എടുത്തു പറയുന്നുണ്ട്, നീ എന്നെ അയച്ചു എന്നും, നീ എന്നെ അയച്ചവനെയും അവന്റെ പുത്രനായിരിക്കുന്ന ക്രിസ്തുവിനെയും വിശ്വസിക്കുന്നത് തന്നെ നിത്യജീവൻ. അപ്പൊ നിത്യജീവൻ എന്തുവാ? എന്നെ അയച്ചവനെയും അവൻ അയച്ച പുത്രനെയും വിശ്വസിക്കുന്നത് അത്രേ നിത്യജീവൻ. അല്ലെ, അവനെ കൈക്കൊള്ളുന്നതും അംഗീകരിക്കുന്നതുമാണ് നിത്യജീവൻ. അപ്പോൾ നിങ്ങൾക്ക് എന്നേക്കും ജീവൻ ഉണ്ടാകേണ്ടതിന്. അപ്പോൾ ഇവിടെ കർത്താവ് ആ മരത്തെ, ആ ജീവവൃക്ഷത്തെ കുറിച്ച് ഇങ്ങനെയാ പറഞ്ഞത്, നമ്മെ പോലെ ആയിരിക്കുന്നു ഇപ്പോൾ മനുഷ്യർ. എങ്ങനെ? നന്മതിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിന്റെ ഫലം തിന്ന് നമ്മെ പോലെ മനുഷ്യനായിരിക്കുന്നു. കണ്ടോ? അതുകൊണ്ടാണ് ഇപ്പം നമുക്ക് നന്മയും തിന്മയും അറിയാൻ കഴിയുന്നത്. ദൈവത്തെ പോലെ നമ്മൾ ആയിരിക്കുക. അപ്പോൾ നമ്മൾ ദൈവത്തെ പോലെ ഏത് കാര്യത്തിൽ? നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവ്, അല്ലെ? സ്തോത്രം. അത് ചെയ്യരുത്, തിന്നരുത്, തൊടരുത്, നമുക്കറിയാം, അല്ലെ? പക്ഷെ മൃഗങ്ങൾക്ക് അത് അറിയത്തില്ല. കാരണം അത് അവർ ഭക്ഷിച്ചില്ല. മൃഗങ്ങൾക്ക് അതില്ല. ഉണ്ടോ? അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, തീയാ വെള്ളമാ, അതിനറിയാമോ? ഇല്ല. പക്ഷെ മനുഷ്യനറിയാം എന്തുവാ? അത് തെറ്റാണ്, അത് ചെയ്യരുത്. കാരണം ദൈവത്തെ പോലെ നമ്മൾ അറിവുള്ളവരായി നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിന്റെ ഫലം തിന്നു. അല്ലെങ്കിൽ ആ ജ്ഞാനം നമുക്ക് ലഭിച്ചു. മീൻസ് എന്തുവാ? വൃക്ഷത്തിന്റെ ഫലം മീൻസ് ജ്ഞാനം. അവിടെ കായ് എന്ന് പറഞ്ഞ എന്തുവാ? ജ്ഞാനം. അറിവിന്റെ വൃക്ഷത്തിന്റെ ഫലത്തെ കുറിച്ചുള്ള ജ്ഞാനം നമുക്ക് ഉള്ളത് എന്തുവാ? അത് അല്ല, നമ്മൾ ഏതാണ്ട് പഴം തിന്നുകാന്നോ? അല്ലല്ലോ. അങ്ങനെ ആയിരുന്നു നമുക്ക് കടകളിൽ പോയിട്ട് ഓരോ, അല്ലെ, അറിവിന്റെ വൃക്ഷത്തിന്റെ ഫലത്തിന്റെ കായുണ്ടോ, ഒരു 1/2 കിലോ തരാൻ നമ്മൾ പറഞ്ഞേനെ, അല്ലേ? കടയിൽ ചെന്നേച്ച്, അല്ലെ?
നമ്മളെ പോകുന്ന കടയിൽ ചെന്ന് ചന്തുവാ പിന്നെ നന്മതിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിന്റെ ഫലത്തിന്റെ കായ ഉണ്ടോ കുറച്ച് ഒരു 1/2 കിലോ ഇങ്ങനെ തന്നെ 1 കിലോ തന്നു അല്ലേ? പക്ഷെ അതല്ല, അത് ജ്ഞാനം. ആ ജ്ഞാനം എല്ലാ മനുഷ്യരിലും അന്ന് ആദരവന്മാർക്ക് ലഭിച്ച അതേ ജ്ഞാനം നമുക്കെല്ലാം ഓട്ടോമാറ്റിക് ലഭിക്കുക. അതെ, ആ ജ്ഞാനമുള്ളത് കൊണ്ടാണ് എന്തോ ഡോക്ടർ ആകുന്നത്, എഞ്ചിനീയർ ആകുന്നത്, ശാസ്ത്രജ്ഞന്മാരാകുന്നത് എല്ലാം ഈ ജ്ഞാനമാണ്. അടുത്തതാണ് അതുകൊണ്ട് ഇവര് ജീവവൃക്ഷത്തിന്റെ ഫലം കൂടെ ഭക്ഷിച്ച് എന്നേക്കും ജീവിക്കാൻ ഇടയാകും. അതുകൊണ്ട് ഇവരെ എന്ത് ചെയ്യുക? ഇവിടെ നിന്ന് പുറത്താക്കുക. അങ്ങനെ ഏദൻ തോട്ടത്തിൽ നിന്ന് അവരെ പുറത്താക്കിച്ചു. അപ്പോൾ എന്തോ അവിടെ നമ്മൾ വായിച്ചു വന്നത്, എന്നേക്കും ജീവിക്കേണ്ടതിന് ഇവര് ജീവവൃക്ഷത്തിന്റെ ഫലം കൂടെ ഭക്ഷിച്ചിവരെ എന്നേക്കും ജീവിക്കും. ഇവിടെ നമ്മൾ യോഹന്നാന്റെ സുവിശേഷത്തിൽ കർത്താവ് പറഞ്ഞു, ഞാൻ ജീവന്റെ അപ്പമാകുന്നു, ഇത് ഭക്ഷിക്കുന്നവൻ എന്നേക്കും ജീവിക്കും. രണ്ടും പഠിച്ചോണം, ചിന്തിച്ചോണം. ജീവന്റെ വൃക്ഷത്തിന്റെ ഫലം തിന്നാൽ എന്നേക്കും ജീവിക്കും. അതിനായി അവരെ ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി. പക്ഷേ ഇവിടെ കർത്താവ് പറയുന്നു, ഇത് ഭക്ഷിക്കുന്നവൻ എന്നേക്കും ജീവിക്കും. അങ്ങനെയെങ്കിൽ ആ തോട്ടത്തിൽ ഉണ്ടായിരുന്ന വൃക്ഷത്തിന്റെ ഫലം നമ്മുടെ കർത്താവായിരുന്നു. എന്നേക്കും ജീവിക്കുന്ന ജീവന്റെ അപ്പമായിരുന്നു ആ വൃക്ഷത്തിന്റെ ഫലം. അത് തിന്ന് എന്നേക്കും ജീവിക്കും. അപ്പോൾ അവിടെ എന്നേക്കും ജീവിക്കാതെ പുറത്താക്കാനുള്ള കാര്യം എന്തുവാ? ആമേൻ. ഒരു പക്ഷെങ്കിൽ അവർ പാപം ചെയ്തില്ലായിരുന്നു എങ്കിൽ ഈ ജീവന്റെ വൃക്ഷത്തിന്റെ ഫലം അവർക്ക് തിന്നാൻ കിട്ടിയേനെ. മനസ്സിലായോ? പ്രൈസ് ദി ലോർഡ്. കർത്താവ് വെറുതെ ഒരു മരം അവിടെ മുളപ്പിച്ചു തന്നു. എവിടുന്നാ മുളപ്പിച്ചത്? ഭൂമിയിൽ നിന്നാ, സ്വർഗത്തിൽ നിന്നല്ല, ഭൂമിയിൽ നിന്ന് മുളപ്പിച്ചു. അപ്പൊ മനുഷ്യന് തന്നെ ഈ ജീവിക്കാൻ, അവൻ എന്നേക്കും ജീവിക്കാനുള്ള ജീവന്റെ വൃക്ഷമായിരുന്നു അത്. പ്രൈസ് ദി ലോർഡ്. മനസ്സിലായോ? അവൻ എന്നേക്കും ജീവിക്കാനുള്ള ജീവന്റെ വൃക്ഷമായിരുന്നു ആ ഫലം. അത് മനുഷ്യന് കൊടുക്കാനായിരുന്നു. പക്ഷേ മനുഷ്യന് അപ്പോൾ പുറത്താക്കാനുള്ള സംഗതി എന്തായി മാറിയത്? അവൻ പാപം ചെയ്തു. ഉണ്ടോ? അപ്പൊ ഏദൻ തോട്ടത്തിൽ വെച്ച് അവരെന്ത് ചെയ്തു? പാപം ചെയ്തു. അപ്പോൾ പാപത്തോടു കൂടി ജീവന്റെ വൃക്ഷം കൂടെ അവർ ഭക്ഷിച്ച് പാപത്തിന്റെ സന്തതിയായി എന്നേക്കും ജീവിക്കും. മനസ്സിലായോ? ഇത് വളരെ ഒരു വ്യത്യസ്തമായ ഒരു ചിന്താഗതിയാണ്. പ്രൈസ് ദി ലോർഡ്. ഒരു ക്രിസ്ത്യാനിയ, പക്ഷേ ക്രിസ്ത്യാനിത്വത്തോടു കൂടി പാപിയായി ജീവിക്കുന്ന, എന്നേക്കും ജീവിക്കുന്ന അങ്ങനെ ഒരാളാ സാത്താൻ. അല്ലേ? സാത്താനും മരണമുണ്ടോ? ഇല്ല. സാത്താനും എന്നേക്കും ജീവിക്കുകയല്ലേ? പ്രൈസ് ദി ലോർഡ്. അല്ലേ? ദൈവത്തെ പോലെ തന്നെ സാത്താനും എന്താ? എന്നേക്കും ജീവിക്കുക. സാത്താൻ മരിച്ചതായിട്ട് നമ്മൾ എവിടെയെങ്കിലും വായിച്ചോ? അല്ലെ പേപ്പറിനകത്ത് വല്ലതും കണ്ടോ? പിശാച് മരിച്ചു പോയെന്നും പറഞ്ഞുകൊണ്ടെങ്കിലും വാർത്ത വന്നോ? ഇല്ല. ഈ വേദപുസ്തകം എഴുതുന്ന സ്വർഗത്തിൽ മുതൽ സാത്താൻ ചെന്നു, സാത്താൻ ഊടാടി സഞ്ചരിച്ചു. അപ്പൊ അവന് മരണമുണ്ടോ? ഇല്ല. പക്ഷെ അവനിൽ എന്തുണ്ട്? വചനം അറിയാം. മനസ്സിലായോ? അല്ലെ? പിശാചു എന്ത് പറഞ്ഞു? ഈ കല്ലപ്പമായി തീരെ. അപ്പൊ വചനം അവനും അറിയാം. പ്രൈസ് ദി ലോർഡ്. അവൻ വെളിച്ച ദൂതന്റെ വേഷം ധരിച്ചു, ക്രിസ്തുവായി, കള്ള ക്രിസ്തുവായി വരുന്നു. പ്രൈസ് ദി ലോർഡ്. അവൻ അത്ഭുതങ്ങൾ ചെയ്യുവാൻ കഴിയും, മനുഷ്യനെ തെറ്റിക്കുവാൻ കഴിയും, വചനം പ്രസംഗിക്കാൻ, പഠിപ്പിക്കുവാൻ ഒക്കെ അവനറിയാം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അവന് സംഭവിച്ചത് എന്തോ? അവൻ എന്നേക്കും ജീവിച്ചിരിക്കുക. പക്ഷെ അവന്റെ സ്വഭാവം എന്തുവാ? പാപമാണ്. പാപത്തോടുകൂടി അവൻ എന്നേക്കും ജീവിച്ചിരിക്കുക. അപ്പൊ ഏദൻ തോട്ടത്തിൽ ജീവന്റെ വൃക്ഷത്തിന്റെ ഫലം കൂടെ തിന്ന് ഇവരെന്നേക്കും ജീവിക്കാൻ ഇടയാകും. ആര് പറഞ്ഞു? ദൈവം പറഞ്ഞു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും അവരെ പറയുക എന്തുവാ? നമ്മെ പോലെ. അല്ലേ? ഉണ്ടോ? അപ്പൊ അവരും പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവാൻ ത്രിയേക ദൈവമാണ് പറയുന്നത്. ഇവരെ പുറത്താക്കണം, ഇവരല്ലേ എന്നേക്കും ജീവിച്ചിരിക്കും. എങ്ങനെ ജീവിച്ചിരിക്കും?
പാപത്തോടു കൂടി. ഇപ്പൊ ഇവർ പാപിയായില്ലേ അല്ലേ? പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടപ്പെട്ടു. പക്ഷേ ജീവന്റെ വൃക്ഷം ഇവർക്ക് കഴിക്കാം. കഴിച്ചിട്ട് ഇവർ എന്നേക്കും ജീവിക്കും. എങ്ങനെ? പാപിയായി, സാത്താനെ പോലെ ദുഷ്ടനായി ജീവിക്കും. അതുകൊണ്ടാണ് എന്ത് ചെയ്ത് അവിടുന്ന് പുറത്താക്കി. ഈ പുറത്താക്കിയ പാപികളോട് കർത്താവ് പറയുക, ഞാൻ ജീവന്റെ അപ്പമാകുന്നു, എന്നെ ഭക്ഷിക്കുന്നവൻ എന്നേക്കും ജീവിക്കും. ഏദൻ തോട്ടത്തിൽ ആ നഷ്ടപ്പെട്ടത് നമുക്ക് പാപത്തോടുകൂടി അല്ല ഇനി നമ്മൾ എന്നേക്കും ജീവിക്കുന്നത്. പിന്നെ ആരായിട്ടാ? വിശുദ്ധന്മാരായി എന്നേക്കും ജീവിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതിനുള്ള വെള്ളമാണ് കർത്താവ് വെളിപ്പെടുത്തിയത്. ഈ വെള്ളം കുടിക്കുന്നവൻ ഒരു നാളും ദാഹിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. കർത്താവേ, നീ അതെനിക്ക് കുടിപ്പാൻ തരയണമേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നീ അതെനിക്ക് കുടിപ്പാൻ തരയണമേ. ആ സാധാരണ സ്ത്രീക്ക് ദൈവം അത് വെളിപ്പെടുത്തി കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പകൽക്കാലം സാധാരണക്കാരായിരിക്കുന്ന നമുക്ക് ആ നിത്യജീവൻ എന്നേക്കും നൽകുവാൻ കർത്താവ് നമ്മളെ തെരഞ്ഞെടുത്തതോർത്ത് നമ്മുടെ അരിയിലേക്ക് പാരമ്പര്യത്തിൽ പുകഴ്ച പ്രാപിച്ച നമ്മൾ, പാരമ്പര്യമാണ്, ഇതാണ് ഏറ്റവും വലുത്, സത്യം എന്ന് പറഞ്ഞു നടന്ന സ്ഥാനത്ത് അതല്ല എന്ന് വെളിപ്പെടുത്തുവാൻ തന്റെ പുത്രനെ ഇങ്ങോട്ട് അയച്ചു. സാക്ഷാൽ ദൈവത്തെ. ആമേൻ. ഏദൻ തോട്ടത്തിൽ സാത്താൻ ഹല്ലേലൂയ സ്ത്രീയുടെ അരികിലേക്ക് ചെന്ന് അവളെ വഞ്ചിച്ചതുപോലെ ചതിച്ചത് ലംഘനം നടത്തുവാൻ പ്രേരിപ്പിച്ചപ്പോൾ ഇവിടെ ഇതാ ദൈവം തന്റെ പുത്രൻ മറ്റൊരു സ്ത്രീയുടെ അരിയിലേക്ക് കടന്നു വന്നിട്ട് പ്രൈസിലോടെ എന്നേക്കും ജീവിക്കുന്ന, ഒരിക്കലും ദാഹിക്കാത്ത ജീവജലത്തെ അവർക്ക് അഭിസംബോധന ചെയ്യുക. ഹല്ലേലൂയ. കൊടുക്കുക. അല്ലേ? എത്ര ദൈവത്തിന്റെ ആ പദ്ധതികൾ നമ്മൾ ചിന്തിച്ച്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ആ ജീവവൃക്ഷത്തിന്റെ ഫലം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ ജീവജലനദിയിൽ നിന്ന് എപ്പോഴും നമ്മൾ കുടിക്കണം. പ്രൈസ് ദി ലോർഡ്. ഞാനാകുന്നത് കൃപയാലത്രേ. കൃപ 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 എന്ന ആണിക്കല്ല് കയറ്റിടം. ഞാനാകുന്നത് കൃപയാലത്രേ. നമ്മളെപ്പോഴും എവിടെയാണ് നിൽക്കുന്നത്? ഈ കൃപയാ നദിക്കരികിലാണ്, ഈ ജീവജല നദി അരികിലാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അല്ലേ? സ്തോത്രം. ആ ജീവജല നദി അവിടെ എന്തില്ല? രാപ്പകലില്ല വീട്, പ്രശോഭിതമായൊരു നാട്, നാലു ജീവികൾ പാടുമ വീട്. രാപ്പകലില്ല വീട്, പ്രശോഭിതമായൊരു നാട്, നാലു ജീവികൾ പാടുമ വീട്. ജീവജല നദിയുണ്ടാവിടെ, ജീവമരങ്ങളുമായി നിലകൊണ്ടൊരു ദേശം, നല്ലൊരു ഭുവനദേശം. ജീവജല നദിയുണ്ടാവിടെ, ജീവമരങ്ങളുമായി നിലകൊണ്ടൊരു ദേശം, നല്ലൊരു ഭുവനദേശം. യേശു മഹോന്നതനെ, മഹോന്നതനെ വേഗം കാണാം, നൽ പ്രേമ കാന്തനെ കാണാം. യേശു മഹോന്നതനെ, മഹോന്നതനെ വേഗം കാണാം, നൽ പ്രേമ കാന്തനെ കാണാം. ഹല്ലേലൂയ. സ്തോത്രം. ആ ജീവജല നദിക്കരികിൽ നിന്ന് നാം ഇപ്പോൾ എപ്പോഴും കുടിക്കുന്നവരാ. ആ കൃപയാ നദിക്കരയാ നമ്മൾ നിൽക്കുന്നത്. ഹല്ലേലൂയ. സ്തോത്രം. പൗലോസ് പറഞ്ഞു, ഞാനാകുന്നത് കൃപയാലത്രേ. നമ്മളായിരിക്കുന്നത് കൃപയാല, നമ്മൾ നിൽക്കുന്നത് ദൈവകൃപയാല. കൃപയേ കൃപയേ കൃപയേ, ദൈവകൃപയേ ദൈവകൃപയേ. കൃപ കൃപയല്ലാതൊന്നുമില്ല. നമ്മൾ ദൈവത്തിന്റെ കൃപയാലാ നിൽക്കുന്നത്. കൃപയാലത്രേ. യുവമക്കളെ, നമുക്ക് പുകഴാനൊന്നുമില്ല.
കൃപയാൽ അത്രേ നമ്മളെ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടത്. ഇതല്ലോ കൃപയാൽ അത്രേ, ദൈവത്തിന്റെ കൃപയത്രേ. ആ കൃപയില്ലെങ്കിൽ ഞാനില്ല. ആ കൃപയിൽ നിന്ന് എപ്പോഴും, ആ നദിക്കരയിൽ നിന്ന്, ആ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആ നദിക്കരയിൽ നിന്ന്, ആമേൻ, ആത്മാവിന്റെ ഫലങ്ങൾ, ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം, എപ്പോഴും ആസ്വദിച്ചു, എന്നും ഇത് ആസ്വദിച്ചു വേണം നമ്മൾ മുമ്പോട്ട് പോകുവാൻ. എന്നും പ്രാർത്ഥിച്ചും വിശ്വസിച്ചും ആരാധിച്ചും എപ്പോഴും ദൈവവുമായിട്ടുള്ള കൂട്ടായ്മയിലും ദൈവത്തോട് നമ്മുടെ പരിഭവവും പരാതിയും ആവശ്യങ്ങളും എല്ലാം പറയുകയും കൂട്ടുകാരിൽ പരമായി, അല്ലേ, കൂട്ടുകാരിൽ പരമായിട്ട് എന്നെ പോറ്റുന്ന നല്ല പെറ്റമ്മയേക്കാൾ അൻപേറുന്ന യേശു പോരായോ? ഹല്ലേലൂയ, സ്തോത്രം. അവനൊരു കൂട്ടുകാരനായി, അമ്മയായി, അച്ഛനായി, ഹല്ലേലൂയ, സ്നേഹിതനായി, ഹല്ലേലൂയ, സഖിയായി, ഹല്ലേലൂയ, സ്തോത്രം, മണവാളനായി എപ്പോഴും നമ്മുടെ കൂടെയുണ്ട്. ആ ദൈവവുമായിട്ടാണ് നമുക്ക് കാര്യം. ഹല്ലേലൂയ, നമുക്ക് അവരുമായിട്ടാണ് ബന്ധം. ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ അവനുള്ളവൻ, അവൾ എനിക്കുള്ളവൾ. പാട്ടുകാരൻ പാടിയതുപോലെ, ഞാൻ അവനുള്ളവൻ, ഹല്ലേലൂയ, അവൾ ഉള്ളവൾ, അവൻ എനിക്കുള്ളവൾ, ഉള്ളവൻ. ഹല്ലേലൂയ. അവനെ കാണുവാൻ എന്റെ ആർത്തി വളരുന്നേ, കാന്തനെ കാണുവാൻ ആർത്തി വളരുന്നേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഭക്തന്മാർ പാടിയിരിക്കുന്ന പാട്ടുകൾ എത്ര പ്രത്യാശയുള്ളതാണ്, അല്ലെങ്കിൽ എത്ര അനുഗ്രഹിക്കപ്പെട്ടതാണ്. ആ അനുഗ്രഹത്തിൽ എന്നും, ആമേൻ, ഒരാഴ്ചയിൽ ഒരിക്കലല്ല, എന്നും നമ്മൾ ആ ഹല്ലേലൂയ അതിൽ അനുഭവിച്ചറിഞ്ഞ്, ആമേൻ, ഹല്ലേലൂയ, എപ്പോഴും ആ നദിക്ക് അക്കരയുമുണ്ട് ഇക്കരയുമുണ്ട്. ഹല്ലേലൂയ. കണ്ടോ, മനസ്സിലായോ? രാവിലുമുണ്ട്, പകലുണ്ട്, നേരം വെളുക്കുമ്പോഴുണ്ട്, രാത്രിയിലുണ്ട്, അവിടെയുണ്ട്. നീ അമേരിക്കയിൽ പോയാലുണ്ട്, കേരളത്തിലായാലുണ്ട്, എവിടെ ചെന്നാലും ഉണ്ട്. ഹല്ലേലൂയ. അത് നദിക്ക് അക്കരയുണ്ട് ഇക്കരയുണ്ട് എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ രക്ഷയും വിടുതലും അനുഗ്രഹവും എല്ലാം സകലവും ഭൂമിയിൽ വ്യാപിച്ചു കിടക്കുന്നു. ആമേൻ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ. അതിനോട് ചേർന്ന് ഒന്ന് രണ്ട് കാര്യം കൂടെ ഒന്ന് ഓർപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുക. പ്രൈസ് ദി ലോർഡ്. നമ്മൾ കേട്ടല്ലോ, വെള്ളം ആലയത്തിൽ നിന്ന് യാഗപീഠത്തെങ്കിലേക്ക് ഈ വെള്ളം ഒഴുകുന്നു. സ്തോത്രം. അത് സ്വർഗത്തിൽ നിന്ന് തന്റെ പുത്രനെ നൽകി തന്റെ യാഗത്താൽ നമുക്ക് നേടിത്തന്ന ആ കൃപ, ആ രക്ഷ, ആ നിത്യജീവൻ നമുക്കവിടെ കാണുവാനെ കൊണ്ട് സാധിക്കുന്നു. ആമേൻ. സങ്കീർത്തനം നമ്മൾ വായിച്ചല്ലോ, നിന്റെ പക്കൽ ഉറവുണ്ടല്ലോ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സങ്കീർത്തനം 46:4 നമ്മൾ വായിക്കുന്നുണ്ട്, ആമേൻ, ഒരു നദിയുണ്ട്, അതിന്റെ തോടുകൾ ദൈവ നഗരത്തെ തന്നെ സന്തോഷിപ്പിക്കുന്നു. അപ്പോൾ ഈ ആമേൻ നദി എങ്ങനെയുള്ളതാ? നമ്മളെ സന്തോഷിപ്പിക്കുന്നതാണ്. ഹല്ലേലൂയ. അത് വെളിപ്പാട് പുസ്തകത്തിൽ വായിക്കുന്നത്, അവിടെ കണ്ണുനീരില്ല, ദുഃഖമില്ല. പ്രൈസ് ദി ലോർഡ്. അല്ലേ, അവിടെ ഇത് നമ്മളെ സന്തോഷിപ്പിക്കുന്നതാണ്. സ്തോത്രം. ഹല്ലേലൂയ. യോബേൽ വായിക്കുന്ന നമ്മൾ, യഹോവയുടെ ആലയത്തിൽ നിന്ന് ഒരു ഉറവ് പുറപ്പെട്ടു. യോബേൽ 3-ാം അധ്യായത്തിൽ കാണുന്നുണ്ട്. എന്തുവാ? ആമേൻ. യഹോവയുടെ ആലയത്തിൽ നിന്ന് ഒരു ഉറവ് പുറപ്പെട്ടു. അത് ശിത്തീം താഴ്വരയെ നനയ്ക്കും. ശിത്തീം താഴ്വരയെ നനയ്ക്കും. എവിടെ? ദൈവത്തിന്റെ ആലയത്തിൽ നിന്ന് ഒരു നദി പുറപ്പെട്ടിട്ട് അത് ശിത്തീം താഴ്വരയെ നനയ്ക്കും. അപ്പൊ എന്തുവാ ശിത്തീം താഴ്വര എന്ന് പറയുന്നത്? ഇസ്രായേൽ ജനം മോവാബ് മുതല് ഗിലെയാദ് വരെ ഉള്ളതായിരിക്കുന്ന ആ പ്രദേശമാണ് ശിത്തീം എന്ന് പറയുന്നത്. അവിടെ ഉള്ളതായിരിക്കുന്ന ഒരു താഴ്വര എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ ജനം ആ വാഗ്ദത്ത ദേശത്തേക്ക് പോകുമ്പോൾ അവര് കൂടാരമടിച്ച് പാർത്ത ഒരു സ്ഥലമായി ശിത്തീം താഴ്വര. അവിടെ ആടുകളെ മേയിക്കാനും താമസിക്കാനും വെള്ളമൊക്കെ ഉള്ള ഒരു നല്ലൊരു പ്രദേശമാണ് എന്ത്? ഈ ശിത്തീം താഴ്വര. അത് മോവാബിന്റെ പ്രദേശമാണ്. മോവാബ് എന്ന് വേണേ പറയാം. മോവാബ് പ്രദേശമാണ്. സ്തോത്രം. ഈ ശിത്തീം താഴ്വര. പ്രൈസലോട്. ഈ ശിത്തീം താഴ്വരയിൽ ഒരുപാട് പ്രത്യേകത നമുക്ക് അവിടെയുണ്ട്. ആമേൻ. ഹല്ലേലൂയ. അതിന്റെ ഒരു പ്രത്യേകത, ശിത്തീം താഴ്വര, അവിടെ വെച്ചാണ് യോശുവ ദേശം ഒറ്റുനോക്കുവാൻ രണ്ടുപേരെ അയച്ചത്. അപ്പോൾ ശിത്തീമിൽ വെച്ചാണ് എന്ത് ചെയ്തത്?
ദേശം ഒറ്റുനോക്കുവാൻ ആളയച്ചത്. ഏത് വാഗ്ദത്ത ദേശത്തേക്ക്, ആ ദേശം എങ്ങനെയുണ്ടെന്ന് അറിയുവാൻ അവര് ഒറ്റുനോക്കുവാൻ 2 പേരെ അയച്ചത് ഈ ശിത്തീം താഴ്വരയില്ല, ശിത്തീമിൽ വെച്ച. സ്തോത്രം. മറ്റൊന്ന്, ഇസ്രായേലിനെ ശപിക്കുവാൻ, അതും ഈ മോവാബ്. അന്ന് അവിടെ ഭരിക്കുന്നത് ആരെന്നറിയാം? മോവാബ് രാജാവ്. മോവാബിലെ രാജാവായിരിക്കുന്ന ബാലാക്ക. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ മോവാബിലെ അന്നത്തെ രാജാവ്, അല്ലെങ്കിൽ ഈ ശിത്തീമിലെ അവിടുത്തെ രാജാവ് ആരാ? ബാലാക്ക്. അപ്പോൾ ഈ ബാലാക്കിനെ എന്തിനാണെന്നറിയാമോ? നീ ബിലയാമിനെ വിളിച്ച് ശപിക്കണം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ശപിക്കാൻ വേണ്ടി തെരഞ്ഞെടുത്ത ഒരു സ്ഥലം കൂടെയാ ഏത്? ഈ ശിത്തീം. പ്രൈസ് ദി ലോർഡ്. യോവേൽ വചനത്തിൽ നമ്മൾ വായിക്കുന്നു, ഈ ദൈവത്തിന്റെ നദി എങ്ങോട്ടേക്ക് ഒഴുകും? ഈ ശിത്തീമിലേക്ക് ഒഴുകും. ആലയത്തിൽ നിന്ന് ഈ നദി ഈ ശിത്തീമിലേക്ക് ഒഴുകും. അപ്പോൾ ശിത്തീമിൽ എന്തുവാ? ദേശം ഒറ്റുനോക്കുവാൻ അയച്ചതും ഇസ്രയേലിനെ ശപിക്കാൻ ബാലാക്ക് തെരഞ്ഞെടുത്തതുമായിരിക്കുന്ന സ്ഥലം കൂടെയാ ഈ ശിത്തീം അല്ലെങ്കിൽ മോവാബ് പ്രദേശം. അപ്പോൾ വചനം പറയുന്നു, ശിത്തീം മുതൽ ഗിലെയാദ് വരെ ഈ നദി ഒഴുകും, അവിടമെല്ലാം നനയ്ക്കും. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നമുക്ക് മടങ്ങി വരാം. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ, നിന്നെ ശപിക്കുന്നിടത്ത് ഹല്ലേലൂയ ശാപവാക്കുകൾ ചൊരിയുന്നെങ്കിൽ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ദേശത്തെ നീ പരാജയപ്പെട്ടിരിക്കുന്ന അവസ്ഥയിലൂടെ കടന്നു പോകുന്നെങ്കിൽ, ഇന്ന് പകൽക്കാലം പരാജയത്തിന്റെ അവസ്ഥയിലൂടെയാ കടന്നു പോകുന്നതെങ്കിൽ, ഹല്ലേലൂയ, ലക്ഷ്യം മുമ്പോട്ട് പോകുവാൻ കഴിയാതെ തടസ്സമായി നിൽക്കുന്ന വെല്ലുവിളിയുടെ മുമ്പിലാ നീ എത്തപ്പെട്ടിരിക്കുന്നതെങ്കിൽ, വെല്ലുവിളിയുടെ ശിത്തീമിൽ അല്ലെങ്കിൽ മോവാബിലാ നീ എത്തപ്പെട്ട് കിടക്കുന്നതെങ്കിൽ, നിന്നെ ശപിക്കുവാനെ കൊണ്ട് തെരഞ്ഞെടുത്തിരിക്കുന്ന ദേശത്താ നീ ആയിരിക്കുന്നതെങ്കിൽ, നീ ഉയരുകയില്ല, നീ തകർന്നു പോകുമെന്ന് കാണാൻ ആഗ്രഹിക്കുന്ന ഇടത്താണ് നീ എത്തപ്പെട്ടതെങ്കിൽ പേടിക്കേണ്ട. അവിടേക്ക് ദൈവം തന്നെ ആലയത്തിൽ നിന്ന് അനുഗ്രഹത്തിന്റെയും ഉറവാകുന്ന നദിയെ, കൃപയുടെ നദിയെ ഒഴുക്കി നിന്നെ അനുഗ്രഹിക്കാൻ മതിയായവനാണ്. ആ താഴ്വരയെ നനയ്ക്കും. ആലയത്തിൽ നിന്ന് നദി പുറപ്പെട്ടിട്ട്, മനസ്സിലായോ? ശിത്തീം താഴ്വരയിൽ ദൈവം തന്റെ നദിയെ അയക്കും ആലയത്തിൽ നിന്ന്. അപ്പോൾ ഈ ഉറവ്, ഈ ജീവജല നദി വരണ്ട് കിടക്കുന്ന, ഹല്ലേലൂയ, സ്തോത്രം, അതിനെയെല്ലാം ആമേൻ ഹല്ലേലൂയ കിളിർപ്പിച്ച് തളിർപ്പിച്ച് അനുഗ്രഹിച്ച് നന്മയുടെ സംവത്സരത്തെ നൽകുന്ന ദൈവമാ. ഈ ഒരു 24 സംവത്സരങ്ങള് ഈ പരാജയപ്പെട്ട ചില അവസ്ഥയിലൂടെയാണെങ്കിൽ, ആമേൻ, ഈ 2025 നിന്നെ സമൃദ്ധിയുടെ അനുഗ്രഹത്തിന്റെ അവസ്ഥയിലേക്ക് കൊണ്ടുവരുവാൻ ഒരു നദി നിന്റെ ജീവിതത്തിലേക്ക് ഒഴുക്കുവാൻ പോകുന്നു. നിരാശയുടെ അവസ്ഥയിൽ അനുഗ്രഹത്തിന്റെ നദി ഒഴുക്കാൻ പോകുന്നു. ബാരാക്ക് എന്ത് ചെയ്തു? ബിലയാമിനെ വിളിച്ചു. ബിലയാമിനോട് പറഞ്ഞു, ഇസ്രായേൽ ജനത്തെ നീ ശപിക്കണം. നീ ശപിക്കണം. അവരെ കുറിച്ചുള്ളതായിരിക്കുന്ന ഖ്യാതി ദേശത്ത് വീണിരിക്കുന്നു. അവരുടെ ദൈവം യഹോവ ചെയ്ത അത്ഭുതങ്ങൾ കേട്ടിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് എന്ത് ചെയ്യണം? അവരെ ശപിക്കണം. ബിലയാം ബാരാക്കിന്റെ വാക്ക് കേട്ട് അവന്റെ സമ്മാനങ്ങൾ ആഗ്രഹിച്ച് ശപിക്കാനെ കൊണ്ട് ഇവിടെ ഈ ശിത്തീം താഴ്വരയിൽ, ഈ മോവാബ് പ്രദേശത്ത് ആമേൻ ശപിക്കാൻ കൊണ്ടുവരിക. ഹല്ലേലൂയ. അതുപോലെ തന്നെ ഇസ്രായേൽ ജനം ഇപ്പോൾ ദേശം ഒറ്റുനോക്കാൻ പോവുകയാണ് ശിത്തീമിൽ നിന്ന്. എന്താ കാര്യം? അവർക്കൊരു പേടി, ഞങ്ങൾക്ക് ജയിച്ചടക്കാൻ കഴിയുമോ? ആ ദേശം എങ്ങനെ, അല്ലെ, മോശ അയച്ചതുപോലെ, യോശുവായും കാലേബിനെ അയച്ചതുപോലെ, അല്ലെ, മറ്റു 10 പേരെ അയച്ചതുപോലെ ഇവിടെ ഇതാ യോശുവായും 2 പേരെ ദേശം ഒറ്റുനോക്കുവാൻ അയക്കുക.
ഹല്ലേലൂയ, സ്തോത്രം. ഞങ്ങൾക്കത് മുൻപോട്ട് പോകുവാൻ കഴിയുമോ? കാരണം വെല്ലുവിളി ഇനി അങ്ങോട്ടുള്ളതായ ഹിത്യർ, ഹല്ലേലൂയ, ഫെലിസ്ത്യര്, അങ്ങനെയുള്ള മുതലായ വമ്പൻ രാജാക്കന്മാരെയും രാജ്യങ്ങളെയും ഞങ്ങൾക്ക് പരാജയപ്പെടുത്തുവാൻ കഴിയുമോ എന്നുള്ളതായിരിക്കുന്ന ഭയം. ആ വെല്ലുവിളിയെ എങ്ങനെ അതിജീവിക്കാൻ കഴിയും, ഞങ്ങൾക്കതിനെ പരാജയപ്പെടുത്തുവാൻ കഴിയുമോ എന്നറിയുവാൻ അവർ ദേശത്തെ ഒറ്റുനോക്കുവാൻ ആളെ വിടുക, രണ്ടുപേരെ. ഹല്ലേലൂയ. പലപ്പോഴും ദൈവമക്കളെ മുൻപോട്ട് കടന്നു പോകാൻ കഴിയാതെ എനിക്ക് ഇതിനെയൊക്കെ അതിജീവിക്കുവാൻ കഴിയുമോ എന്നോർത്ത് പരാജയപ്പെട്ടു നിൽക്കുന്ന സ്ഥാനത്ത് ഇന്ന് പൽക്കാലം ദൈവത്തിന്റെ വചനം പറയുന്നു, ഹല്ലേലൂയ, നിന്നെ നനയ്ക്കുവാൻ, ഹല്ലേലൂയ, നിന്റെ പ്രശ്നങ്ങളെ പരിഹരിക്കുവാൻ അവൻ ഒരു നദിയെ അവിടുന്ന് നിന്നെ നനയ്ക്കുവാൻ ഇങ്ങോട്ട് ഒഴുക്കിയിട്ടുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. ആമേൻ. അപ്പൊ ഇവിടെ സംഭവിച്ചു നോക്കിയേ, ഒറ്റ നോക്കുവാൻ ചെന്നവരെ എന്തിരിക്കുന്നു, രാഹാബ് എന്ന് പറയുന്നതായിരിക്കുന്ന സ്ത്രീയെ എന്ത് ചെയ്തു? ഹല്ലേലൂയ, അവരെ ഒളിപ്പിച്ചു. അല്ലെ, അവൾ അവിടെ വന്നെന്നുള്ളത് ശത്രുക്കൾ അറിഞ്ഞു. ഈ രഹസ്യം വിവരമായി വന്നിരിക്കുന്നവരെ ഈ സ്ത്രീ ഒളിപ്പിച്ചു വെച്ചു. ഒളിപ്പിച്ചപ്പോൾ അവരെ തേടി ശത്രുക്കൾ എത്തി. അവരെ ഇങ്ങോട്ട് ഇറക്കിവിടെ, അവര് നിമിത്തം ഞങ്ങൾക്ക് ഭീതി പരന്നിരിക്കുന്നു, അല്ലെ, ജനത്തിനിടെ ഭീതി പരന്നിരിക്കുന്നു, അവരെ ഇങ്ങോട്ട് ഇറക്കിവിടെ എന്ന് പറഞ്ഞ് ആമേൻ ആ സ്ത്രീയുടെ നേരെ തിരിഞ്ഞു. പക്ഷേ അവള് ഒളിപ്പിച്ചത് കൊണ്ട് അവക്ക് അവിടെ രക്ഷ ലഭിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ശപിക്കാൻ വന്നതായിരിക്കുന്ന ബിലെയാം അനുഗ്രഹിച്ചു, അല്ലേ? പ്രൈസ് ദി ലോർഡ്. ശപിക്കാൻ വന്നവൻ ഇസ്രായേൽ ജനത്തെ എന്ത് ചെയ്തു? അനുഗ്രഹിപ്പാനിടയായി തീർന്നു, അല്ലെ? ഹല്ലേലൂയ. അവിടെ അതാ ദൈവത്തിന്റെ ശിത്തീമിലേക്ക്, ഹല്ലേലൂയ, ദൈവ ആലയത്തിൽ നിന്ന് ദൈവത്തിന്റെ നദിയെ അങ്ങോട്ട് ഒഴുക്കിയപ്പോൾ ഹല്ലേലൂയ, ശാപം മാറി. പ്രൈസ് ദി ലോർഡ്. ഭീതി മാറി. ഹല്ലേലൂയ. യെരിഹോവിന്റെ മതില് വീണു. പ്രൈസ് ദി ലോർഡ്. താഴ്വരകൾ ധാന്യങ്ങളെ കൊണ്ട് മൂടി, കുന്നുകൾ ഉല്ലാസം ധരിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സംവത്സരത്തെ അങ്ങനെ ദൈവം എന്ത് ചെയ്തു? നന്മ കൊണ്ട് അലങ്കരിച്ചു. അതാണ് ഈ നദി പുറപ്പെടുന്നിടത്ത് ഉള്ളതായിരിക്കുന്ന പ്രത്യേകത. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. യഹോവയുടെ നീതി പ്രവർത്തികളെ അറിയാൻ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. വാക്യം കൂടുന്ന് വായിച്ച് ഞാൻ അങ്ങ് വിടുകയാണ്. ആമേൻ. ഓർക്കാനുള്ള ഇടമാ ഈ ശിത്തീം. ശിത്തീം എന്താണ്? ഓർക്കാനുള്ള ഇടമാ. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഓർക്കാനുള്ളതായിരിക്കുന്ന ഒരിടം കൂടെയായി ശിത്തീം. ദൈവം ചെയ്ത നന്മകളെ, അനുഗ്രഹങ്ങളെ എപ്പോഴും നമ്മൾ ഓർക്കുന്ന ഒരിടമായിരിക്കണം ഈ ശിത്തീം എന്ന് പറയുന്നത്. അവിടെയാണ് ദൈവത്തിന്, അവിടെ ഓർക്കുന്ന ഇടത്ത് എപ്പോഴും നദി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അവിടെ വെള്ളം കുറയത്തില്ല, എപ്പോഴും വരളത്തില്ല. ദൈവത്തെ, അതാ പറഞ്ഞു, ദൈവത്തെ മറക്കുന്നവരെ ഇത് ഓർത്തുകൊള്ളുവി, ഞാൻ നിങ്ങളെ കീറിക്കളയും, വിടിയിപ്പാൻ ആരും ഉണ്ടാകില്ല. അപ്പോൾ നമ്മൾ മറക്കുന്നവരല്ല, നമ്മൾ ആരാ? ഓർക്കുന്നവർ. അപ്പോൾ ശിത്തീം ഓർക്കുന്ന ഇടമാണ്. ഇതല്ലോ ഹല്ലേലൂയ. യഹോവയുടെ നീതി പ്രവർത്തികളെ അറിയാൻ ബാലാക്ക് ആലോചിച്ചതും ബിലെയാം ഉത്തരം പറഞ്ഞതും ശിത്തീം മുതൽ ഗിൽഗാൽ വരെ സംഭവിച്ചതും ഓർക്കുക. ആമേൻ. പ്രൈസ് ദി ലോർഡ്. കണ്ടോ, ഇതെന്തിനുള്ള ഇടമാ? ഓർക്കാനുള്ള ഇടമാ. ആമേൻ. അല്ലെ, എന്തുവാ? യഹോവയുടെ നീതി പ്രവൃത്തികളെ അറിയാൻ ബാലാക്ക് ആലോചിച്ചതും ബിലെയാം ഉത്തരം പറഞ്ഞതും ശിത്തീം മുതൽ ഗിൽഗാൽ വരെ സംഭവിച്ചതും ഓർക്കുക. പ്രൈസ് ദി ലോർഡ്. നമുക്കത് ഓർക്കുവാനാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ശപിക്കാൻ വന്നവരെ അനുഗ്രഹിക്കുന്നെങ്കിൽ വെല്ലുവിളികൾക്ക് മുമ്പിൽ പരാജയപ്പെടാതെ ദൈവം നമ്മളെ സൂക്ഷിച്ചതും, ഹല്ലേലൂയ, അതെല്ലാം നമുക്ക് ഓർക്കുവാനുള്ള ഒരിടമാണ്. ആ ഓർക്കുന്ന ഇടത്ത് ദൈവത്തെ ഓർക്കുന്നെങ്കിൽ, ആമേൻ, നീ മറക്കാതെ ഓർക്കുന്നെങ്കിൽ അവിടേക്ക് ദൈവത്തിന്റെ കൃപയാകുന്ന നദി, ഹല്ലേലൂയ, സ്തോത്രം, ജീവനദി, ആമേൻ, അവിടെ എന്നും ഒഴുകിക്കൊണ്ടിരിക്കും. ഈ അനുഗ്രഹത്തിന്റെ നദിക്കരെ നമ്മൾ എന്നും ജീവിക്കും. ദൈവവുമായിട്ടുള്ള എന്നും ഒരു ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും ഇലവാടാത്തതായിരിക്കുന്നതും
വൃക്ഷം പോലെ എന്നും അത് പ്രശ്നങ്ങൾ ഉണ്ടായാലും മരുഭൂമിയായാലും സ്തോത്രം വരണ്ട നിലമായാലും വെള്ളമുള്ളപ്പോഴായാലും വെള്ളമില്ലാത്തപ്പോഴായാലും അത് ഇല വാടാതെ എന്നും പ്രത്യാശയോടും വിശ്വാസത്തോടും കൂടെ ഒരു ദൈവ പൈതൽ എന്നും നിലനിൽക്കുന്നെങ്കിൽ ആ ദൈവ പൈതലിനാണ് പ്രത്യാശയുള്ളത്. ആ പ്രത്യാശയുള്ള ദൈവമക്കളെ ചേർക്കുവാൻ അവൻ വരുന്നു. ഹല്ലേലൂയ, സ്തോത്രം. ആ വരുന്നവർ അവർക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളതായിരിക്കുന്ന ഹല്ലേലൂയ ആ പുതിയ യെരൂശലേം എന്ന നഗരം, ആ നഗരത്തിന്റെ വീതിയുടെ നടുവിൽ ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും സിംഹാസനത്തിൽ നിന്ന് പുറപ്പെടുന്നതായി പളുങ്ക് പോലെ ശുഭമായ ജീവനദിയും നദിക്കക്കരയും ഇക്കരയും ജീവവൃക്ഷമുണ്ട്. അത് 12 വിധം ഫലം കായ്ച്ചു മാസം തോറും അതത് ഫലം കൊടുക്കുന്നു. ആ വൃക്ഷത്തിന്റെ ഇല ജാതികളുടെ രോഗശാന്തിക്ക് ഉതകുന്നു. യാതൊരു ശാപവും ഇനി ഉണ്ടാകുകയില്ല. ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും സിംഹാസനം അതിലിരിക്കും. അവന്റെ ദാസന്മാർ അവനെ ആരാധിക്കും. നമുക്ക് ദൈവസന്നിധിയിൽ നിൽക്കാം. അവന്റെ ദാസന്മാർ അവനെ ആരാധിക്കും. അവന്റെ ദാസന്മാർ അവനെ ആരാധിക്കും. ആ ഭീതിയുടെ നടുവിൽ, ആ നഗരത്തിൽ, ആ മണവാട്ടിയെ പോലെ, മണവാളനെ പോലെ, മണവാട്ടിയെ പോലെ സ്വർഗത്തിൽ നിന്ന് മണവാളനായി അലങ്കരിച്ച ആ നഗരത്തിൽ തന്റെ വിശുദ്ധന്മാർ അവനെ ആരാധിക്കും. അവന്റെ ദാസന്മാർ അവനെ ആരാധിക്കും. അവിടെ ഇനി ഒരു ശാപവുമില്ല, അവിടെ മരണമില്ല, കണ്ണുനീരില്ല, ദുഃഖമില്ല. ഹല്ലേലൂയ, സ്തോത്രം. ഏദൻ തോട്ടത്തിൽ എന്തേക്കും ജീവിക്കുന്ന ജീവന്റെ വൃക്ഷത്തിന്റെ ഫലം തിന്നാൻ കഴിഞ്ഞില്ല എങ്കിൽ അത് കർത്താവ് ഇവിടെ ഹല്ലേലൂയ പറയുകയാണ്. ഇതാ എന്നെ ഭക്ഷിക്കുന്നവൻ എൻ മൂലം എന്നേക്കും ജീവിക്കും. ഇന്ന് പകൽക്കാലം അവനിൽ വിശ്വസിക്കുന്ന ദൈവമക്കൾ എന്നേക്കും ജീവിക്കുന്നവരാണ്. ഇന്ന് പകൽക്കാലം വിശ്വസിച്ച, അവനെ ഭക്ഷിച്ച, അഥവാ അവനിൽ വിശ്വസിച്ച ദൈവവൈതലേ, നീ എന്നേക്കും ജീവിക്കും. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. ഇന്ന് പകൽക്കാലം നമ്മൾ കർത്താവിനെ ഭക്ഷിച്ചത് ആ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടത്, അതിന് ഭക്ഷിച്ചതിന് തെളിവാണ്. ഹല്ലേലൂയ, അവർക്ക് എന്തുണ്ട്? നിത്യജീവനുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. നമുക്ക് നിത്യജീവനുണ്ട്. നമ്മുടെ പേര് ആ നിത്യജീവന്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. അവർക്ക് ജീവജല നദിയിൽ നിന്ന് ഒരിക്കലും ദാഹിക്കാത്ത വെള്ളം കുടിക്കുവാൻ കഴിയും. അവർക്ക് 12 മാസം അതുവരെ ഫലം കായ്ക്കുന്ന ജീവന്റെ വൃക്ഷത്തിൽ നിന്ന് നദിക്കക്കരയും ഇക്കരയുമുള്ള ആ ജീവന്റെ വൃക്ഷത്തിൽ നിന്ന് ഫലം കഴിക്കുവാൻ കഴിയും. ഇനി യാതൊരു ശാപവുമില്ല. ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. വിശ്വസിക്കുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും. ഇപ്പോഴാകുന്ന സുപ്രസാദകാലം, ഇപ്പോഴാകുന്ന രക്ഷാ ദിവസം. ഹല്ലേലൂയ, ഉത്സവത്തിന്റെ ആ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട് വിളിച്ചു പറഞ്ഞു, ദാഹിക്കുന്ന ഏവരും എന്റെ അടുക്കൽ വരട്ടെ, ജീവജലം സൗജന്യമായി വാങ്ങിച്ചു കുടിക്കട്ടെ. ജീവജലം സൗജന്യമായി വാങ്ങിച്ചു കുടിക്കട്ടെ. ജീവജലം സൗജന്യമായി വാങ്ങിച്ചു കുടിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. നമുക്ക് പ്രാർത്ഥിക്കാം. വിശ്വസനായ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ടതായിരിക്കുന്ന ഈ നല്ല സമയത്തിനായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ഹല്ലേലൂയയുടെ നടുവിൽ ഹല്ലേലൂയ, ഓ സ്തോത്രം കർത്താവേ. ഓ ജീവജല നദിയും നദിക്കക്കരയും ഇക്കരയുമായി ജീവവൃക്ഷത്തിന്റെ ഫലവും ഉണ്ടായിരുന്നു. അതിന്റെ ഫലം ജാതികളുടെ രോഗോപശാന്തിക്ക് ഉതകുന്നു. സ്തോത്രം. അവിടുന്ന് മാനവജാതിയുടെ പാപത്തിന് പരിഹാരമായി, പാപമെന്ന രോഗം, ഹല്ലേലൂയ, പാപത്താൽ രോഗം, രോഗത്താൽ മരണം, ഹല്ലേലൂയ, മരണത്തിന്റെ ഫലമായി ശാപം, ഹല്ലേലൂയ, സ്തോത്രം. ആ ശാപത്തെ നീങ്ങി, മരണം നീങ്ങി, ഹല്ലേലൂയ, സ്തോത്രം. ജാതികളുടെ പാപത്തിന് പ്രശ്നത്തിന് പരിഹാരമായി അവിടുന്ന് ഞങ്ങൾക്ക് യാഗമായി ആലയത്തിൽ നിന്ന് പുറപ്പെടുന്ന ഒരു നദി, അത് യാഗപീഠത്തിലേക്ക് ഒഴുകി, ഹല്ലേലൂയ, സ്തോത്രം. എന്ന കാൽവറിയിൽ ഹല്ലേലൂയ, മധ്യ ഏഷ്യയുടെ മധ്യഭാഗത്തുള്ള ആ ചെറിയ രാജ്യമാകുന്ന ഇസ്രായേലിൽ, ഹല്ലേലൂയ, സ്തോത്രം, യെരൂശലേമിൽ, ഹല്ലേലൂയ, സ്തോത്രം, ബേത്ലഹേം
ബേത്ലഹേമിൽ മാനവജാതിയുടെ പാപത്തിന് പരിഹാരമായി അവിടുന്ന് വന്ന് ഹല്ലേലൂയ ഞങ്ങൾക്ക് ആമേൻ നിത്യ ജീവൻ നൽകി. ഹല്ലേലൂയ ഞങ്ങൾക്ക് ജീവൻ ഉണ്ടാകുവാൻ, സമൃദ്ധിയായി ജീവൻ ഉണ്ടാകുവാൻ അവിടുന്ന് ഹല്ലേലൂയ യാഗമായി തീർന്ന ആമേൻ സ്തോത്രം. ഇന്ന് പകൽക്കാലം ഞങ്ങളെ ഭാഗ്യവാനും ഭാഗ്യവതി എന്ന് വിളിക്കുവാൻ തക്കവണ്ണം ദൈവം ഞങ്ങളോട് കൃപ ചെയ്തത് ഓർത്ത് ഞങ്ങൾ അങ്ങേ സ്നേഹിക്കുന്നു. ഹല്ലേലൂയ മാനിക്കുന്നു, അങ്ങേ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു കർത്താവേ. ഹല്ലേലൂയ സ്തോത്രം. അവന്റെ പുത്രനായിരിക്കുന്ന യേശുക്രിസ്തുവിന്റെ രക്തം സകല പാപവും പോക്കി ഞങ്ങളെ ശുദ്ധീകരിക്കുന്നു എന്ന് അവിടുത്തെ വചനത്താൽ ഒരിക്കൽ കൂടി ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ ഹല്ലേലൂയ കുറവുകളും ബലഹീനതകളും എല്ലാ വാക്കിൽ, നോട്ടത്തിൽ, സംസാരത്തിൽ വന്നു പോയിട്ടുള്ള എല്ലാ കുറവുകളും ക്ഷമിച്ച് ഈ സോപ്പ് കൊണ്ട് ഞങ്ങളെ കഴുകി, രക്തത്താൽ കഴുകി ശുദ്ധീകരിച്ച് ആമേൻ. ഹല്ലേലൂയ. പുതിയൊരു വർഷത്തിലേക്ക് ഞങ്ങൾ പ്രവേശിക്കുന്നതിന് മുമ്പ് ഞങ്ങളെ തന്നെ നിന്റെ കണ്ണിയിൽ ഏൽപ്പിച്ച് ഹല്ലേലൂയ സ്തോത്രം ശുദ്ധീകരണവും വിശുദ്ധീകരണവും നീതീകരണവും ആമേൻ പ്രാപിച്ച്, രക്ഷാ നിർണയം പ്രാപിച്ച് ഹല്ലേലൂയ സ്തോത്രം ഉറപ്പും ധൈര്യമുള്ളവരായി അവിടുത്തെ വരവിന് വേണ്ടി ഒരുങ്ങുവാൻ, ഉണരുവാൻ ഏവരെയും ദൈവം സഹായിക്കണമേ. അവരുടെ എല്ലാ ആവശ്യങ്ങളുടെ മേൽ ദൈവത്തിന്റെ കരം പ്രവർത്തിക്കണമേ. പ്രാർത്ഥന കേട്ടുവല്ലോ, യേശു കർത്താവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ. താങ്ക് യു ഓൾ. ദൈവം എല്ലാവരെയും ധാരാളമായി മാനിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. താങ്ക് യു.